السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير ناطقين بها، الكتاب الثالث. وكيف حالكم أيها الإخوان والأخوات؟ هل تسمعونني يا إخوان والأخوات؟ هل تسمعونني؟ وكيف حالكم؟ ആരും കേൾക്കുന്നില്ലേ? അൽഹംദുലില്ലാ. ഉസ്താദ് കേട്ടിട്ടുള്ളൂ. ഇപ്പൊ കേട്ടിട്ടേ ഉള്ളു, അല്ല ഇപ്പൊ എത്തിയിട്ടേ ഉള്ളു. പറ്റിയത്. ഓക്കെ, നമ്മൾ എവിടെയാ നിർത്തിയത്? ഉസ്താദ് الدرس العاشراني. الدرس العاشر. الدرس ആഷിർ. الدرس العاشر. പേജ് നമ്പർ ദർസ് ലാഷർ ഇനി എടുക്കണം, 9 കഴിഞ്ഞിട്ടേ ഉള്ളോ? തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങാനാണ് 10 തുടങ്ങണം. أكملنا الدرس التاسع. طيب عندك الصفحة رقم بيج نمبر عندك؟ صفحة رقم أكملنا الصفحة رقم 83. 83. നമ്മുടെ ടെക്നോളജിയിൽ ഇപ്പോഴും പ്രോബ്ലമായി. 83. أكملنا 83. نبدأ 84. طيب العاشر. الدرس العاشر. درس العاشറിൽ നമുക്കറിയുന്ന കാര്യമാണ് പറയുന്നത്. ഒന്ന്, ജുംല ഫിഅലിയ. മാഹിയൽ ജുംല ഫിഅലിയ? മാഹിയൽ ജുംല അൽ ഫിഅലിയ? الجملة التي تبدأ بالفعل تسمى الجملة فعلية. فعل കൊണ്ട് തുടങ്ങുന്ന ക്രിയയ്ക്ക് സെന്റൻസിന് ജുംല ഫിഅലിയ. ജുംല മീൻസ് സെന്റൻസ്. അപ്പോൾ ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന ജുംലയ്ക്ക് ജുംല ഫിഅലിയ എന്ന് പറയും. അതേപോലെ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലയ്ക്ക് ജുംല ഇസ്മിയ എന്ന് പറയും. الجملة التي تبدأ بالاسم تسمى جملة اسمية، والجملة التي تبدأ بالفعل تسمى جملة فعلية. പിന്നെ ഉള്ളത് രണ്ടാമത്തെ സംഗതി ഇതിൽ പഠിക്കുന്നത് മസ്ദർ മുഅവ്വൽ എന്ന് പറയും. മുഅവ്വൽ എന്ന് പറഞ്ഞാൽ അവ്വല യുഅവ്വിലു തഅവീൽ. തഅവീൽ അറിയാമല്ലോ? തഅവീൽ
വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ലേ സൂറത്തു ആലി ഇമ്രാൻ, അതെ, സൂറത്ത് ആലി ഇമ്രാനിൽ വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്. അപ്പൊ എന്താ തഅ്വീൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം. അപ്പോ അവല യുഅവ്വിലു തഅ്വീൽ, മുഅവ്വൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോ മസ്ദർ മുഅവ്വൽ എന്ന് പറയും. മസ്ദർ മുഅവ്വൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കപ്പെട്ട ക്രിയാധാതു, സോ കോൾഡ് ക്രിയാധാതു എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ, എന്താ പറയാ, masdar. Masdar means root word. Actually, it is not a masdar, but it is called as masdar. യഥാർത്ഥത്തിൽ അത് മസ്ദർ അല്ല. മസ്ദർ ആണെങ്കിൽ എന്തായിരിക്കും? നൗൺ ആയിരിക്കും. അൽ മസ്ദറു ഇസ്മുൻ മിനൽ അസ്മാ, നാമങ്ങൾപ്പെട്ട ഒരു നാമമാണ്. ക്രിയാധാതു എന്ന് പറയുന്നത് നാമമാണ്. മുസ്ലിമിൻ എന്ന് പറയുന്ന ഒരു നാമമാണ്. അതെന്താണ്? ഇസ്മു ഫായിലാണ്, നാമമാണ്. അതേപോലെ ഇസ്ലാം എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിയാധാതുവാണ്, അത് ഒരു നാമമാണ്. അപ്പോൾ മസ്ദറുകൾ നാമങ്ങളാണ്. പക്ഷേ മസ്ദർ അല്ലാത്തതിനെയും മസ്ദർ എന്ന് പറയും. ക്രിയാധാതു അല്ലാത്തതിനെയും ക്രിയാധാതു എന്ന് പറയും. പക്ഷേ ആക്ച്വലി അത് എന്താണ്? സിംഗിൾ വേർഡ് ആയിരിക്കില്ല, രണ്ട് വേർഡുകൾ ചേർന്ന് വന്നതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു അൻ ചേർന്ന് വന്നാൽ അത്, അന്നും ശേഷം ഒരു അപൂർണ ക്രിയയും ചേർന്ന് വന്നാൽ അത് മസ്ദർ ആണെന്ന് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? ക്രിയാധാതുവിന്റെ അർത്ഥം തരുമെന്ന് പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആരും ഓർക്കുന്നില്ല. അന്നും ഒരു അപൂർണ ക്രിയയും കൂടി ചേർന്ന് വന്നാൽ അത് ക്രിയാധാതുവിന്റെ അർത്ഥം നൽകും. അങ്ങനെ അന്നും അപൂർണ ക്രിയയും ചേർന്ന് വരുന്ന രണ്ട് പദങ്ങളും കൂടി ചേർത്തിട്ട് എന്ത് പേര് പറയും? മസ്ദർ മുഅവ്വൽ എന്ന് പറയും. വ്യാഖ്യാനിക്കപ്പെട്ട ക്രിയാധാതു. ക്രിയാധാതു എന്ന് അതിനെ വിളിക്കപ്പെടും, മസ്ദർ എന്ന് പറയും. ഉദാഹരണം അള്ളാഹ് പറഞ്ഞല്ലോ, വഅൻ തസൂമു ഖൈറുൽ ലക്കും. നമ്മൾ മലയാളത്തിൽ എന്ന് പറയും നോമ്പെടുക്കുക എന്നതാണ് നിങ്ങൾക്ക് ഉത്തമം. അപ്പൊ നോമ്പെടുക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്? നോമ്പെടുക്കൽ ആണ് നിങ്ങൾക്ക് ഉത്തമം. നോമ്പെടുക്കൽ എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ? അത് ക്രിയാധാതുവാണ്. അൻ തസൂമു, അപ്പൊ അന്നും ക്രിയാധാതും കൂടെ ചേർന്നിട്ട് എന്തായി? അന്നും ജുംല അല്ല, അന്നും അപൂർണ ക്രിയ മുളാരിയായ ഫേലും കൂടെ ചേർന്നിട്ട് എന്തായി? ക്രിയാധാതുവിന്റെ അർത്ഥം. അത് ഈ പാഠത്തിൽ പഠിക്കാനുള്ള ഒരു സംഭവമാണ്. എൻ്റെ ഉദാഹരണം പറയുമ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്താൽ മതി, ബാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കണം. പിന്നെ ഈ പാഠത്തിൽ പഠിക്കുന്ന വേറൊരു സംഭവമാണ് അൽ ഫഅലു താമ്മു വൽ ഫഅലു നാഖിസ്. ഇതെല്ലാം നമ്മൾ ഗ്രാമറിന്റെ ഉദാഹരണങ്ങൾ വരും. പക്ഷെ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് നമുക്ക് പാഠത്തിൽ തന്നെ ഇത് വായിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകാം. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഈ സംഭവമൊക്കെ നോട്ട്സിലാണെന്ന് പറഞ്ഞില്ല, അതിന്റെ സമ്മറിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഫെയില് താമും ഉണ്ട്, ഫെയില് നാക്കിസും ഉണ്ട്. താം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൂർത്തിയായത്. താം എന്ന് പറഞ്ഞാൽ പൂർത്തിയായത്. തമ്മ എന്ന് പറഞ്ഞാൽ പൂർത്തിയായി, അത്തമ്മ പൂർത്തിയാക്കി. അപ്പൊ താമൻ എന്ന് പറഞ്ഞാൽ പൂർത്തിയായത്. അൽ ഫെയില് താം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വെർബ്. കംപ്ലീറ്റ് വെർബ്. ഇറ്റ് ഇസ് ഇറ്റ്സെൽഫ് നമ്മൾ ഒരാൾ മനുഷ്യനാണെന്ന് പറയുമ്പോൾ ഒരാളൊരു സമ്പൂർണ്ണ മനുഷ്യനാണെന്ന് പറയൂലേ? എന്താ അതിന്റെ അർത്ഥം? ഞാനും മനുഷ്യനാണ്, നിങ്ങളും മനുഷ്യനാണ്. നമ്മൾ പറയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹം ഒരു സമ്പൂർണ്ണ മനുഷ്യനാണെന്ന് പറയും. അപ്പൊ എന്താ? മനുഷ്യത്വത്തിന്റെ ക്വാളിറ്റികളെല്ലാം ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞതുപോലെ അൽ ഫഅലു താം എന്ന് പറഞ്ഞാൽ ഫഅലിന്റെ എല്ലാ ക്വാളിറ്റിയും ഒത്തിണങ്ങിയതാണ് അൽ ഫഅലു താം എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഫഅലിന്റെ ക്വാളിറ്റി എന്താ?
ഒരു ഫീല് വന്നാൽ ആ ഫീലിന് എന്ത് വേണം? ഫായിലുണ്ടാവണം. ഫായിലുണ്ടാവണം. മഫ്ഊൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മഫ്ഊൽ ഉണ്ടാവണം. മഫ്ഊൽ ആവശ്യമാണെങ്കിൽ മഫ്ഊൽ വേണം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഫിഇല് വന്നാൽ അതിന് ഫായിലാണ് വേണ്ടത്. ഫിഇല് വന്നാൽ അതിന് ഫായിലാണ് വേണ്ടത്. അപ്പോൾ സാധാരണ ഫീലുകളെല്ലാം എന്താണ്? അൽ ഫീല് താമാണ്. സാധാരണമായ ചില ഫീലുകളുണ്ട്. ആ ഫീലുകളാണ് കാന വ അഖവാത്തുഹ. ആ ഫീലുകളാണെന്ത്? കാന വ അഖവാത്തുഹ. അത്രേ ഉള്ളൂ. അതെന്താണ്? ഇറ്റ് ഈസ് നോട്ട് കോൾഡ് ആസ് എ കംപ്ലീറ്റ് ഫെയിൽ. അതിനെ ഫെയിൽ എന്ന് വിളിക്കും. നമ്മൾ കാന അവനായിരുന്നു ഒരു ഫെയിലുകളുടെ ഫെയിലിന്റെ കൂട്ടത്തിൽ പെടുത്തുകയും ഫെയിലിന്റെ പട്ടികയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാനയുടെ കർത്താവ് കായിനാണ്, മക്കൂനാണ്. പിന്നെ കർമ്മം മക്കൂനാണ്, ക്രിയാതാവ് കൗനാണ്. കുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫെയിലുൽ അമ്രാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഫെയിലാണ്. ഫെയില് മാറി, കാന ഫെയില് മാറി, യക്കൂന് ഫെയില് മുതാരിയാണ്. പക്ഷെ എന്തല്ല, അത് ഫെയില് താമല്ല. കാരണം കാന വന്നാൽ ഫായിലിനെ അല്ല നമ്മൾ നോക്കുന്നത്. പിന്നെന്താ നോക്കുന്നത്? കാന വന്നാൽ ഇസ്മും അതിന്റെ കാനയുടെ ഇസ്മിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കാന വന്നാൽ കാനയെ നമ്മളൊരു പ്രയോഗമായിട്ട് എടുക്കുകയും ആ കാനയുടെ ഇസ്മിനെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അതിന്റെ ഖബറിനെയാണ്. സോ ഇറ്റ് ഇസ് കോൾഡ് ഇൻകംപ്ലീറ്റ് വെർബ്. അതാണ് ഫിഅ്ലുൻ നാഖിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഫിഅ്ലുൻ നാഖിസ് ഏതൊക്കെയാണ്? ഫിഅ്ലുൻ നാഖിസ്? വേറെ ഡൗട്ടൊന്നുമില്ല. ഇപ്പൊ കാനയും അതിന്റെ സഹോദരിമാരെയും ഫിഅ്ലുൻ നാഖിസ് എന്നാണ് അറിയപ്പെടുന്നത്. ബാക്കി പേരുകളെല്ലാം എന്താണ്? ഫിഅ്ല് താമാണ്. പിന്നെ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് വെർബാണ് സ്റ്റാർട്ടഡ് ഡൂയിങ്. ബിഗാൻ ടു ഡു. ബിഗാൻ ടു ഡു, പ്രവൃത്തി ചെയ്യാൻ ആരംഭിച്ചു എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമുണ്ട് അല്ലേ? അപ്പം ആദം നബി അലൈഹി സ്വലാമയും ഹവ്വ അലൈഹിസ്സലാമും അവരെന്ത് ചെയ്തു? പഴം പറിച്ച് തിന്നില്ലേ? പഴം എന്ത് സംഭവിച്ചു? പഴം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴം അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പഴങ്ങൾ അവർ തിന്നുന്നു. അതൊന്നും നമ്മൾ അറിയുന്നില്ല അല്ലേ? നമ്മളെ സ്റ്റേറ്റിൽ കൂടെ ഒരുപാട് നല്ല മനുഷ്യന്മാർ പോകുന്നുണ്ട്. നല്ല മനുഷ്യന്മാരെ ആരെങ്കിലും കാണുമോ? ആരും കാണുമോ? ഒരാൾ അസഭ്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ കള്ളുപിടിച്ചിട്ടൊക്കെ പോയാൽ നമ്മൾ അയാളെ കാണും. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ആദ്യം വിചാരിച്ച ആ പഴം തിന്നു. ഏത് പഴം? ഒരുപാട് പഴം തിന്നവര്. പക്ഷേ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ പഴവും തിന്നു. ആ പഴം തിന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് പ്രത്യക്ഷമല്ലാതിരുന്ന നാണം പ്രത്യക്ഷമായി. ബദത്ത് ലഹുമ സൗആത്തുഹുമ. നമ്മളെ നാണം മറിക്കാന്ന് പറഞ്ഞില്ലേ? ആ സംഭവം വെളിവായി. അപ്പോൾ ഖുർആൻ ഉപയോഗിച്ച ഒരു പദമുണ്ട്, തഫിഖാ യഖ്സിഫാനി അലൈഹിമ മിൻ വറഖിൽ ജന്ന. എന്ത് വാക്കാ ഉപയോഗിച്ചത്? തഫിഖാ. തഫിഖാ എന്ന് പറഞ്ഞാൽ they began യഖ്സിഫാനി അലൈഹിമ to cover their എന്താ പറയാ ഷൈനസ്. അവരുടെ നാണം മറയ്ക്കാൻ ആരംഭിച്ചു. അപ്പൊ ചെയ്യാൻ അന്നാദ്യം വേണ്ടി വരില്ലേ? അന്നൊന്നും വേണ്ട. തഫിഖ. അപ്പൊ അതൊരു പ്രയോഗമാണ്. തഫിഖ ഒരു ഫിഅലാണ്, പക്ഷേ അത് മാവിയായിട്ടാണ് ഉപയോഗിക്കുക. അങ്ങനെ 2-3 വാക്കുണ്ട്. തഫിഖ, അഖദ, ബദഅ. അഖദ ബദഅ അല്ല, ബദഅ അതിന്റെ ശരിക്കുള്ള മീനിങ് ആണ് ആരംഭിച്ചു എന്നുള്ളത്. തഫിഖ, ജഅല, അഖദ, ഈ 3 ക്രിയകളുമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. തഫിഖ, അഖദ, ജഅല. അത് ശേഷം വരുന്ന ക്രിയ ചെയ്യാൻ ആരംഭിച്ചു എന്നാണ്. പാഠത്തിൽ ഉദാഹരണം വരും, അല്ലെങ്കിൽ എക്സസൈസിന് ഉദാഹരണം വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം.
ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാഠം വായിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ബാക്കി കാര്യങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോഴും മനസ്സിലാവും. നമുക്ക് 10 പാഠം കഴിഞ്ഞിട്ടാണ് പരീക്ഷ. ഉം. ഇപ്പൊ ഡേറ്റ് എന്താണ് അതെ. പരീക്ഷ? പരീക്ഷയുടെ ഡേറ്റ് എന്താണ്? ഉസ്താദ് പറഞ്ഞിട്ടില്ല, രണ്ടാമത് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത് നമ്മൾ ചെയ്ത് തീർന്ന ഉടനെ പരീക്ഷ വരും. അപ്പൊ അതുകൊണ്ട് പഴയ പാഠങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇത് ചെയ്ത് തീരുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ 1-2 ദിവസത്തെ ഇടവേള വരാൻ റിവൈസ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ 2 ആഴ്ച പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഓക്കെ. റന്നൽ ജറസു എന്ത് തരം ക്രിയയാണ്? എന്ത് തരം സെന്റൻസ് ആണ്? ഫെയിൽ ചെയ്യാണ്. കാരണം റന്ന എന്നുള്ള മുമ്പ് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ജുംല ഫെയിൽ ചെയ്യാൻ ജുംല ഇസ്മിയ ഒക്കെ പഠിച്ചിട്ടുണ്ട്. റന്നൽ ജറസു വബദഅത്ത് ഹിസ്സത്തുൽ ഖാമിസത്തു. ഇപ്പൊ രണ്ടാമത്തെ സെന്റൻസ് ആണ് ശരിക്കും. വബദഅത്ത് ഹിസ്സത്തുൽ ഖാമിസത്തു. ഹിസ്സത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, പീരിയഡ്. എഡ്യൂക്കേഷണൽ പീരിയഡ് ആണ് കേട്ടോ. ഉം. അതിന്റെ ഖണ്ഡം എന്നൊക്കെ നമ്മൾ പറഞ്ഞതോടെ ക്ലാസ് ആരംഭിച്ചു. ബദഅത്തിൽ ഹിസ്സത്തുൽ ഖാമിസത്തു. അൽ ഖാമിസത്തു ഫിഫ്ത്ത് പീരിയഡ് സ്റ്റാർട്ടഡ് ദ ഫിഫ്ത്ത് പീരിയഡ്. അഞ്ചാമത്തെ പീരീഡ് ആരംഭിച്ചു. അപ്പൊ അതും എന്താണ്? മറ്റൊരു ജുംല ഫെയിലിയർ. ബദഅത്തിൽ ഹിസ്സത്തു ഖാമിസത്തു. ബദഅത്തിൽ ഹിസ്സത്തു എന്ന് പറഞ്ഞത് അത് കംപ്ലീറ്റ് സെന്റൻസ് ആണ്. പിന്നെ അൽ ഹിസ്സത്തിന്റെ വിശേഷണമാണ്, എന്താണ്, എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ് അൽ ഖാമിസത്തു. ബദഅത്തിൽ ഹിസ്സത്തു എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആണ് സെന്റൻസ് കംപ്ലീറ്റ് ആണ്. അതാണ് ബദഅത്ത് എന്ന് പറഞ്ഞപ്പോ റന്നൽ ജറസ് എന്ന് പറഞ്ഞാൽ ജുംല ഫെയിലിയായി. റന്ന എന്നുള്ള ഫെയില് താമാണ്, നാക്കിസാണ്? താമാണ്. സൗദി അല്ലാത്തതുകൊണ്ട് താമാണ്. അപ്പൊ എന്താണ്? റന്നൽ ജറസ് എന്നുള്ളത്, റന്ന എന്നുള്ളത് ഫെയിലാണ്, ജറസ് എന്നുള്ളത് ഫായിലാണ്. അപ്പൊ എന്തായി? ജുംല ഫെയിലിയായി. ഫെയില് താമാണ്, ജുംല ഫെയിലിയാണ്. ഫെയില് റന്ന എന്നുള്ള ഫെയില് താമാണ്. അപ്പൊ ബദഅത്ത് എന്ന് പറഞ്ഞതും എന്താണ്? ഫെയില് താമാണ്, ആ ജുംല ഫെയിലിയുമാണ്. ബദഅത്ത് ഫെയില് താമെന്ന് പറയാൻ കാരണം ഹിസ്സത്തിന്റെ ബദഅത്തിന്റെ ഫായിലാണ് അൽ ഹിസ്സത്തു. റന്ന എന്നുള്ളത് മസ്തറ, ജറസ് മുദക്കറായതുകൊണ്ട് റന്ന എന്നുള്ള ഫെയില് മുദക്കറായി. ബദഅത്ത് എന്നത് ഹിസ്സത്ത് മുഅന്നസ് ആയതുകൊണ്ട് ബദഅത്ത് എന്ന് ഫെയില് മുഅന്നസ് ഉപയോഗിച്ചു. മറത്ത് അശ്റു ദഖായിഖ. മറത്ത് അശ്റു ദഖായിഖ. ദഖായിഖിന് എന്തുകൊണ്ടാണ് 10 കൊടുത്തത്? ഖൈറുമുൻസരിഫാണ്. ഖൈറുമുൻസരിഫാണ്. ആ 10 എന്ത് സ്ഥാനത്താണ് നിൽക്കുന്നത്? അഷർ ദഖായിഖിന്നല്ല വരേണ്ടത്. കസറിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. കസറത്തിന്റെ സ്ഥാനത്താണ്. മറത്ത് അശ്റു ദഖായിഖ്. മറത്ത് എന്ന് പറയുന്നത് എന്താണ്? ഫെയില് താമാണ്. അതേപോലെ മറത്ത് അശ്റു ദഖായിഖ് എന്നത് ജുംല ഫെയിലിയാണ്. മറത്തിന്റെ ഫായിലാണ് അശ്റു എന്നത്. മറത്ത് എന്ന് പറഞ്ഞാൽ നടന്നു. ആര് നടന്നു? അശ്റു ദഖായിഖ്. 10 മിനിറ്റ് നടന്നു. നടന്നു എന്ന് പറഞ്ഞാൽ കടന്നുപോയി. അശ്റു ദഖായിഖ് ഔ അക്സർ or more and completed 10 or more minutes. Past 10 or more minutes. 10 അതിലധികമോ സമയം കടന്നുപോയി, മിനിറ്റുകൾ കടന്നുപോയി. വലം യഅതിൽ മുദർരിസു. വലം യഅതിൽ മുദർരിസു. ആര് വന്നില്ല? മാഷ് എത്തിയില്ല. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും മാഷ് എത്തിയില്ല. അപ്പോ ലം യഅതി എന്ന് പറഞ്ഞതും എന്താണ്? യഅതി എന്നുള്ളത് ഫെയില് തമാണ്. മുദർരിസ് അതിന്റെ ഫായിലാണ്. ജുംല ഫെയിലിയാണ്.
സഇമത്തുല്ലാബുൽ الانتظار سئم طلاب الانتظار سئم طلاب الانتظار അൽ ഇന്തിദാറിന് ചേർത്ത് വായിക്കുമ്പോൾ എന്താവും അൽ ഇന്തിദാർ സഇമ എന്താണ് സഇമ അറിയില്ല. മടുത്തു ബോറടിച്ചു ആ ലാ യസ്അമുൽ ഇൻസാനു എന്ന് പറഞ്ഞിട്ട് ഖുർആനിലുണ്ടല്ലോ ഉം. ദുആഇൽ ഖൈർ അപ്പൊ കാത്തിരുന്ന് മടുത്തു എന്നർത്ഥം അല്ലെ? കാത്തിരുന്ന് മടുത്തു ഖുർആനിൽ യസ്അമു വായിച്ചിട്ടില്ലേ വായിച്ചിട്ടുണ്ടായില്ലേ ഖുർആനിലുണ്ട് ഒരു തിലാവത്തിന്റെ ലാ യസ് ലായിസ് അമൂൽ ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون فإن استكبروا فالذين عند ربك على والذين നേരെ വൈകില്ലേ? നേരെ വൈകി നമ്മളെ അതെ വഹം ലാ യസ്അമൂൻ അവർക്ക് എന്തില്ല മടുക്കുന്നില്ല فإن استكبروا فالذين عند ربك يسبحون بالليل والنهار وهم لا يسجدون അവരെന്ത് ചെയ്യുന്നില്ല അവർ മടുക്കുന്നില്ല ശരി. അതേപോലെ എന്റെ മനസ്സിൽ ലാ യസ്അമുൽ ഇൻസാനു മിൻ ദുആഇൽ ഖൈരി മസ്സഹു ശർറു ഫയഊസുൻ ഖനൂത്ത് മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവനൊരു മടിയുമില്ല ഖൈറിന് വേണ്ടി വൈൻ മസ്സഹു ശർറു ഫയഊസുൻ ഖനൂത്ത് അവനെന്തെങ്കിലും ദോഷം ബാധിച്ചാൽ അവനെന്താവും നിരാശനാണ് സഇമ എന്ന് പറഞ്ഞാൽ മടുത്തു അഷ്റഫ് സാഹിബ് പറഞ്ഞ ആയത്തുമില്ല വഹും ലാ യസ്അമൂൻ അവരെന്ത് ചെയ്യുന്നില്ല അവർ അള്ളാഹ്ക്ക് വേണ്ടി രാപകൽ ഭേദമന്യേ ഇബാദത്തിൽ ഏർപ്പെടുന്നു സുജൂദും റുക്കൂഉം ഒക്കെ ഏർപ്പെടുന്നു അവർക്ക് യാതൊരു മുഷിപ്പും മടുപ്പുമില്ല അതാണ് സഇമ സഇമ യസ്അമു രണ്ടും നമ്മളുടെ ആയത്തിൽ പറഞ്ഞായിരുന്നു അപ്പൊ സഇമത്തുല്ലാബുൽ ഇന്തിദാറ അവരെന്തിനെയാണ് മടുത്തത് ഇന്തിദാർ എന്താ ഇന്തളറ പ്രതീക്ഷിച്ചിരുന്നു നളറ നോക്കി ഇന്തളറ നോക്കിയിരുന്നു ഞാനിന്ന് നോക്കിയിരിക്കായിരുന്നു എന്ന് പറയുമല്ലോ ആ നോക്കിയിരുന്നു എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം അങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിൽ സംഭവിക്കുന്നത് സഇമത്തുല്ലാബുൽ ഇന്തിദാറ അവര് കാത്തിരുന്നു മടുത്തു മലയാളത്തിൽ കാത്തിരുന്നു മടുത്തു എന്നാണ് പറയുന്നത് അറബിയിൽ എന്താണ് തുല്ലാബു ഫായിലാണ് അൽ ഇന്തിദാറ് മഫ്ഊലു ബിഹിയാണ് അപ്പോ ഫേല് താമിന്റെ ഒന്നാമത്തെ ഇനം ഫേല് താമിന് എന്ത് വേണ്ട മഫ്ഊലു ബിഹി വേണ്ട റന്നൽ ജറസു മഫ്ഊലു ബിഹി വേണ്ട ബദഅത്തുൽ ഹിസ്സത്തു മഫ്ഊലു ബിഹി വേണ്ട മറത്ത് അശ്റു ദഖായിഖ് മഫ്ഊലു ബിഹി വേണ്ട അതേപോലെ ലം യഅതിൽ മുദർരിസു മഫ്ഊലു ബിഹി വേണ്ട അതേസമയം സഇമത്തുല്ലാബു വിദ്യാർത്ഥികൾ മടുത്തു എന്തിനെ മടുത്തു അൽ ഇന്തിദാറ പ്രതീക്ഷിച്ചിരിക്കുന്നതിനെ മടുത്തു അപ്പൊ അവിടെ എന്താണ് അവിടെ മഫ്ഊലു ബിഹി വേണം അപ്പൊ ഫേല് താമായിരുന്നാലും ചിലത് മഫ്ഊലു ബിഹി വേണം ചിലത് മഫ്ഊലു ബിഹി വേണ്ടാത്തത് വത്തഫിഖു യതഹറകൂന എന്താ അർത്ഥം വത്തഫിഖു യതഹറകൂന തഹറക എന്ന് പറഞ്ഞാൽ ചലിച്ചു തഹറക ചലിച്ചു ഹറക ചലിപ്പിച്ചു തഹറക ചലിച്ചു ഹറക ചലിപ്പിച്ചു തഹറക ചലിച്ചു തഫിഖു യതഹറകൂന നേരത്തെ ആദം അലൈഹി ഇസ്ലാമിനും ഹവ്വ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് ആദം ഹവ്വ അലൈഹിം അസ്സലാം അവരെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞു തഫിഖാ യഖ്സിഫാനി അവർ മറയ്ക്കാൻ തുടങ്ങി തഫിഖാ യഖ്സിഫാനി മറയ്ക്കാൻ തുടങ്ങി ഇവിടെ എന്താ തഫിഖു യതഹറകൂന എന്താ അർത്ഥം
യതഹറകൂന അവർ ചലിക്കുന്നു. തഫിഖൂ യതഹറകൂന എന്ന് പറഞ്ഞാൽ ചലിക്കാൻ തുടങ്ങിയെന്നു. അവർ ചലിക്കാൻ തുടങ്ങി. മിൻ അമാകിനിഹിം, മക്കാന്റെ ബഹുവചനം അമാകിൻ. മക്കാൻ, മക്കാനുൻ, അമാകിനു. അപ്പൊ എന്താ അമാക്കിന് കെസർ വരാൻ കാര്യം? അമാക്കിനു ഗൈറു മുൻസരിഫാണ്, കെസർ വരാൻ പാടില്ല, വരാത്തതാണ്. പക്ഷെ മിൻ അമാക്കിനി ഹിം എന്ന് പറഞ്ഞു. കാര്യം എന്താണ്? ഇലാഫത്തോ അല്ല വന്നാൽ കെസർ സ്വീകരിക്കാത്തത് സ്വീകരിക്കും. ഇലാഫത്തോ ഇലാഫത്ത് വന്നാലും അല്ലേ? ഇലാഫത്തോ അല്ലെങ്കിൽ അൽ ഓ വന്നാൽ കെസർ സ്വീകരിക്കാത്തതും സ്വീകരിക്കും. അപ്പൊ അമാക്കിൻ കെസർ സ്വീകരിക്കില്ല. അമാക്കിനു മസാജിദ് വസനാണ്. ആ അമാക്കിനു മക്കാനുൻ, അമാക്കിനു മസാജിദു. ഓക്കെ. യഅബസൂന, അബസ എന്താണ്? അബസ മുഖം ചുളിച്ചു. അല്ല, ഇത് ഉയർത്തെഴുന്നേറ്റു ബാസല്ലേ? അല്ല, അത് തിരിച്ചിട്ടാണ്. ബാസ നിയോഗിപ്പിച്ചു. അബസ, വേറെ വാക്കാണ്. അബസ എന്ന് പറഞ്ഞാല് കേരളസായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കേരളസായി എന്ന്. അബസ അബിസയാണ് കേട്ടോ. അബിസ യാൽബസു എന്നാണ്. അബിസ യാൽബസു. യൂസ്ലെസ് ആക്ടിവിറ്റി. അം ഹസിബത്തും അന്നമാ ഖലഖനാകും. ബാക്കി എന്താ? അം ഹസിബത്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണെന്ന് കരുതിയോ? വൃദ്ധാവിൽ. നമുക്ക് ആയത്തിന്റെ അർത്ഥം പറയുമ്പോഴത്തേക്ക് ആയത്തൊക്കെ മനസ്സിലാവും. ഖുർആൻ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ വെറുതെയാണ്. അറബിയിൽ ആ വാക്ക് വരുമ്പോൾ മനസ്സിലാവില്ല. അബീസ യൽബസു എന്ന് പറഞ്ഞാൽ വെറുതെ ചെയ്തു, കാര്യങ്ങൾ വെറുതെ ചെയ്തു എന്നാണ്. കാര്യങ്ങൾ വെറുതെ ചെയ്തു, അനാവശ്യ കാര്യങ്ങളിൽ വ്യാപൃതമായി. അപ്പോ തഫിഖൂ യതഹറകൂന നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. മുകളിൽ പലതും അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. അതിൽ ഓരോ സംഗതിയും ഓരോ സെന്റൻസിലും നമ്മൾ പഠിക്കേണ്ട ഓരോ പോയിന്റ് ഉണ്ട്. ഒന്നും അതിലധികമോ പോയിന്റുകളുണ്ട്. അത് ഇനി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞതാണ്. വേണമെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. ഇവിടെ എന്താണ് ഉസ്താദെ, എബസൂന്ന് കഴിഞ്ഞിട്ട് എന്താ റിപ്പീറ്റ് ചെയ്യല്ല? ഇത് നേരത്തെ പറഞ്ഞ പോലെ തൊഫിഖു എന്ന് പറഞ്ഞ പോലെ അല്ലല്ലോ വരിക. തഫിഖൂ യതഹറകൂന എന്ന് പറഞ്ഞാൽ they started moving. ആരംഭിച്ചോ? നമ്മൾ നേരത്തെ പറഞ്ഞ അവർ സഞ്ചരിക്കാൻ ആരംഭിച്ചു. മിൻ അമാകിനിഹിം, അവരുടെ സ്ഥലത്ത് നിന്ന് ഇളകാൻ ആരംഭിച്ചു. അപ്പോൾ യഅബസു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി. ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാനും തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നതിന് ഒരുപാട് മലയാളത്തിൽ ഒരുപാട് വാക്ക് നമ്മൾ പറയേണ്ടി വന്നു. യഅബസൂന എന്നുള്ള ഒരു വാക്ക് പറയുമ്പോൾ അറബിയിൽ അത് തീർന്നു. ഇംഗ്ലീഷിൽ അത് പല മീനിങ് കഴിഞ്ഞിരിക്കുന്നു. ടു ഫൂൾ അറൗണ്ട്, ജസ്റ്റ് ഫസ്റ്റ് ബി എൻഗേജ് ഇൻ യൂസ്ലെസ് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും അവർ അനാവശ്യ കാര്യങ്ങളിൽ വ്യാപൃതമായി. അവരവരുടെ സ്ഥലങ്ങളിൽ നിന്നും ഇളകാനും അവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി എന്നത് തഫിഖു എന്നതാണ്. അപ്പൊ തഫിഖ എന്നതിന്റെ മാവിയാണ് വരുന്നത്. അതിനുശേഷം മുതാരിയാണ് വരുന്നത്. രണ്ടും കൂടി ചേരുമ്പോൾ ആ പ്രവൃത്തി ചെയ്യാൻ ആരംഭിച്ചു എന്നായി. തഫിഖു യതഹറകൂന. അപ്പൊ യതഹറകൂന മുതാരിയായിട്ടല്ല വരുന്നത്. യതഹറകൂന രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. ചെയ്യാൻ ആരംഭിച്ചു, ചെയ്യാൻ തുടങ്ങി, ചലിക്കാൻ തുടങ്ങി, ഇളകാൻ തുടങ്ങി. വബഅദുഹും വഖഫ യഖ്തുബു. ചില മാന്യ മഹാജനങ്ങളെ
നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാനിതാ ഒരു കാര്യം പറയാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? വഖഫ യഖ്തുബു. നമ്മൾ വഖഫ എന്ന് പറഞ്ഞ പിന്നെ കഴിഞ്ഞൊരു പാഠത്തിൽ പഠിച്ചില്ലേ വഖഫയുടെ പ്രയോഗം? കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. നിന്ന് പ്രസംഗിച്ചു. വഖഫ യഖ്തുബു എന്ന് പറഞ്ഞാൽ വായിച്ചു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓ ഓക്കെ. വഖഫ യഖ്തുബു എന്ന് പറഞ്ഞാൽ ചിലരതാ നിന്ന് പ്രസംഗിക്കുന്നു. വബഅദുഹും ജഅല യക്തുബു. അപ്പൊ ജഅല നമ്മൾ നേരത്തെ പറഞ്ഞ തൊഫിഖയുടെ സിസ്റ്ററാണ് ജഅല. വബഅദുഹും ജഅല യക്തുബു അല സബൂറത്തി. അവരിൽ ചിലർ ജഅല യക്തുബു അല സബൂറത്തി, സബൂറത്തിൽ ബോർഡിൽ എഴുതാൻ തുടങ്ങി. അപ്പൊ ജഅല യക്തുബു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജഅല ആക്കിയെന്നല്ല അർത്ഥം. ഇവിടെ എന്താണ്? ആരംഭിച്ചു. പിന്നെന്താണ്? അഫ്ആലിൽ തുഫിഖും ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ തോഫിക്കു എന്നുള്ളതിന്റെ അർത്ഥം തന്നെയല്ലേ വരുന്നേ? അതേ അർത്ഥത്തിലാണ് ജാല ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പറയുന്ന സഹായക ക്രിയ, ഇംഗ്ലീഷ് പറയുന്ന സഹായക ക്രിയ അല്ല ഉദ്ദേശിച്ചത്. യക്തുവിന്റെ കൂടെ വരുന്ന ഒരു ക്രിയയാണ്. അത് ചെയ്യാൻ ആരംഭിച്ചു എന്ന് ഉള്ളതാണ് അതിന്റെ അർത്ഥം. ജാല യക്തുബു എന്ന് പറഞ്ഞാൽ എഴുതാൻ തുടങ്ങി. അല സബൂറത്തി, ചിലർ ബോർഡിൽ എഴുതാൻ തുടങ്ങി. ദഖലൽ മുറാഖിബു, അപ്പോഴേക്കും ഇൻസ്പെക്ടർ വന്നു, സൂപ്പർവൈസർ വന്നു. ഫജ്അത്തൻ, ഫജ്അത്തൻ നേരത്തെ വന്നെന്ന് തോന്നല്ല, അറ്റ് വൺസ്. ഫജ്അത്തൻ സഡൻലി ഓർ ഇമ്മീഡിയറ്റ്ലി, ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. ഫജ്അത്തൻ. നല്ല 8 മണിക്കൊക്കെ ഉണ്ട്. ആ, മലയാളത്തിൽ എന്താ പറയും? പൊടുന്നനവേ. പൊടുന്നനവേ എന്ന് കേട്ടിട്ടുണ്ടോ? പെട്ടെന്നൊന്നല്ല അർത്ഥം, സഡൻലി തന്നെ. പെട്ടെന്ന് അല്ല, മലയാളത്തിൽ അങ്ങനെ വാക്കുണ്ടെന്ന് പറഞ്ഞതാ. അപ്പൊ ദഖല മുഖാത്തിബ് ഫജ്അത്തൻ, പെട്ടെന്ന് തന്നെ അവിചാരിതമായി മുറാഖിബ് കടന്നു വന്നു. വഖാല മാ ഹാദാ, അയാൾ ചോദിച്ചു ഇതെന്താ? അമ്രക്കും ഫൗദ, അമ്രക്കും ഫൗദ. എന്താണ്? നിങ്ങളുടെ കാര്യം എന്താ? നിങ്ങളുടെ കാര്യം കൺഫ്യൂഷനിലാണ്. അമ്രക്കും ഫൗദ, ഫൗദ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ കേട്ടോ. നിങ്ങളുടെ കാര്യം കൺഫ്യൂഷൻ. എന്താ കൺഫ്യൂഷൻ? കഅന്നൽ ഫസ്ലു സൂഖുൻ. എനിക്കറിയില്ല നിങ്ങൾ എന്താ ചെയ്യാന്ന്. നമ്മൾ മലയാളം പറയൂല്ലേ, മലയാളത്തിൽ പറയൂലേ, എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്ന് പറയും. അതാണ് അമ്രക്കും ഫൗദ. കഅന്നൽ ഫസ്ലു സൂഖുൻ, കഅന്നൽ ഫസ്ലു സൂഖുൻ. അപ്പൊ കഅന്ന നമ്മൾ പഠിച്ചല്ലോ. ക്ലാസ് ഏതുപോലെയായി? അത് കഴിഞ്ഞിട്ട് ഫസ്ലാന്നല്ലേ വരുള്ളൂ അല്ലേ? കഅന്നൽ ഫസ്ല. ആ, ഞാൻ ഫസ്ലു എന്ന് പറഞ്ഞു അല്ലേ. കഅന്നൽ ഫസ്ല സൂഖുൻ. ഫസ്ൽ എന്തായി? ക്ലാസ് എന്തായി? സൂപ്പ് എന്ന് പറഞ്ഞാല് സൂക്ക് പഠിച്ചിട്ടില്ല നമ്മള്? ഷോപ്പ് പോലെയാണോ? എന്താ പോലെ ഷോപ്പല്ല, മാർക്കറ്റ് പോലെയാണോ? മാർക്കറ്റ് ചന്ത എന്നാണ് പോലെ. വാക്ക്. മാർക്കറ്റ് എന്നാണ് വാക്ക്. മലയാളത്തിലൂടെ പറഞ്ഞാൽ അതിന്റെ ശരിക്കും അർത്ഥം മനസ്സിലാവും. ശരിയാണ്, ചന്ത പോലെയാണ്. ആർട്ടിസ്റ്റിലേക്ക് എന്ന് വെച്ചാൽ ഒരു ചന്ത പോലെ ആയാലോ. അതിന്റെ നെഗറ്റീവ്നെസ് അങ്ങനെ നടക്കുന്നുണ്ടാണ്. പക്ഷേ ഈ സൂക്ക് എന്ന വാക്ക് ഖുർആനിൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്? മാലി ഹാദർ റസൂൽ യഅ്കുലു തആം വയംശി ഫിൽ അസ്വാഖ്. സൂക്കിന്റെ ബഹുജനമാണ്. ഏത് സൂറത്തിലാ ആൽഫിൻ സാഹിബ്?
മാർക്കറ്റിൽ നടക്കുകയും ചെയ്യുന്നു എന്ന് പറയണത് അല്ലേ? ആ ഏത് സൂറത്തിലാ? പ്രവാചകൻ. അൽ ഫുർഖാൻ. ഖാലു മാലി ഹാദർ റസൂൽ, ഇതെന്ത് ദൂതൻ, ഇതെന്ത് ദൈവദൂതൻ. യഅ്കുലു തആം, ആഹാരം കഴിക്കുന്നു. വയംശി ഫിൽ അസ്വാഖ്, മാർക്കറ്റിലൂടെ നടക്കുന്നു, മാർക്കറ്റുകളിലൂടെ. അപ്പൊ അസ്വാഖ് നമ്മൾ മലയാളത്തിൽ തിരുവനന്തപുരത്തുകാർ അറിഞ്ഞ പോലെ വെള്ളങ്ങൾ എന്ന് പറഞ്ഞ പോലെ മാർക്കറ്റുകൾ എന്ന വാക്ക് അറബി ഭാഷയിൽ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റ് എന്നതിന് പകരം അസ്വാഖ് എന്ന് ഉപയോഗിക്കുന്നു. ഗൾഫിലൊക്കെ സൂക്ക് എന്ന് പറയുമല്ലോ, ഗോൾഡ് സൂക്ക് ഇങ്ങനെയൊക്കെ. സൂക്ക് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് എന്നുള്ള പൊതു സ്ഥലത്തിന് സൂക്ക് എന്ന് പറയും. അതേപോലെ അസ്വാഖ് എന്നും പറയും. നമ്മള് സൂപ്പർ മാർക്കറ്റ്, പിന്നെന്ത് മാർക്കറ്റ് ഉണ്ട്? മാർക്കറ്റുകൾ പലവിധം ഉണ്ടല്ലോ. ആ അർത്ഥത്തിൽ എല്ലാ ഐറ്റംസും ഉള്ളതാണല്ലോ സൂപ്പർ മാർക്കറ്റ്. ഏതെന്തോ മാർക്കറ്റ്, നിങ്ങൾ എക്കണോമിക്സ് കൊമേഴ്സ് പഠിച്ചവരാരുമില്ലേ? സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ കുറെ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ്? അപ്പൊ ആ നിലയ്ക്ക് വരുമ്പോൾ സൂക്കനെ അസ്വാഖ് എന്ന് ഉപയോഗിക്കും. ഷോപ്പിന് തന്നെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ എൻ്റെ സ്പോൺസറിന് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിന്റെ പേര് അസ്വാഖ് ഷർഖുൽ ഔസത്ത് എന്നാണ്. അസ്വാഖ് ഷർഖുൽ ഔസത്ത് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, ഷർഖുൽ ഔസത്ത് സൂപ്പർ മാർക്കറ്റ്. അപ്പൊ വ്യത്യസ്ത ഇനം വ്യത്യസ്ത ഐറ്റംസ് ഉണ്ടെന്നുള്ളതാണ്. അതായത് ഗ്രോസറി ഉണ്ട്, അതേപോലെ എന്താ പറയാ ബുച്ചറി ഉണ്ട്, അതേപോലെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, എല്ലാം ഉണ്ടാകും. പിന്നെ കിച്ചൺ വെയർ ഉണ്ട്, ടോയ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ളതാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയൊരു ഷോപ്പ് തുറന്നിട്ട് സൂപ്പർ മാർക്കറ്റ് എന്ന് പേരിടും. അപ്പൊ ആ അർത്ഥത്തിൽ വരുമ്പോൾ അസ്വാഖ് എന്ന് പറയും. അപ്പൊ വിവിധ സൂക്കുകൾ അടങ്ങിയതാണ് ഒരു ഒറ്റ ബിൽഡിംഗ് ആണ്. ഒരു ഇപ്പോഴത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വ്യത്യസ്ത ഷോപ്പുകളാണ്. അതേസമയം ഒരു ഷോപ്പിൽ തന്നെ എല്ലാം ഉള്ളതാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിന് അസ്വാഖ് എന്നാ പറയാ. മുജമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് കോംപ്ലക്സ് ആയി ആക്കപ്പെട്ടത്. ഓക്കെ. അപ്പോ കന്നൽ ഫസല സൂഖൻ, ക്ലാസ് ഒരു മാർക്കറ്റ് പോലെ ആയല്ലോ, ഒരു ചന്ത പോലെ ആയല്ലോ. ലിസൺ ഇന്ന മുദരിസക്കും, നിങ്ങളുടെ അധ്യാപകൻ മരിയബ്. ഇന്ന മുദരിസക്കും മരിയബ്. അപ്പൊ ഇന്ന വന്നപ്പോ എന്തായി? അതുകൂടെ പറയണം. കഅന്നൽ മുറാഖിബു അല്ല ദഖലൽ മുറാഖിബു ഫജ്അതൻ. അപ്പൊ ദഖലൽ മുറാഖിബു എന്ന ജുംല ഫെലിയാണ്. അപ്പൊ ദഖലയുടെ ഫായിലായിട്ടാണ് മുറാഖിബ് വന്നിരിക്കുന്നത്. ഫജ്അതൻ അതിന്റെ ഡീറ്റെയിൽസ് ആണ്. കാല എന്താണ്? ഫെയിലാണ്. മഹദ കാല മഹദ, കാലയുടെ മക്കൂല കൗലാണ് വരിക. കാല വന്നിട്ടുള്ളത് ഒരു ജുംലയാണ്. കാല വന്നപ്പോൾ ഒരു ജുംലയാണ്. കാല വന്നപ്പോഴത്തേക്ക് പിന്നെ എന്താ വരിക? കാല അദ്ദേഹം പറഞ്ഞു. അവിടെ ഫായില് ലമീറാണ്, അതിന്റെ ഫായില് സർവനാമമാണ് ഫായില്. പിന്നെ കാല വന്നാൽ മക്കൂലുള്ള കൗല് വേണം. പറഞ്ഞത് എന്താണ് എന്ന് വേണം. പറഞ്ഞതെന്താ? മഹാദ. കാല മഹാദ, ഇതെന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു. അമ്രക്കും ഫൗദ. അമ്രക്കും ഫൗദ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അമ്രു കൊണ്ടാണ് തുടങ്ങിയത്. അമ്ര എന്താണ്? ഫിഅലാണോ ഇസ്മാണോ? ഇസ്മാണ്. ഫൽ ജുംലത്തുൻ ഇസ്മിയത്തുൻ. അല്ല, അമ്ര എന്ന് പറഞ്ഞാൽ നാമങ്ങൾ തുടങ്ങിയതുകൊണ്ട് ജുംല ഇസ്മിയായി, നാമവാക്യമാണ്. കഅന്നൽ ഫസല സൂഖുൻ. അപ്പൊ കഅന്ന എന്നത് അൽ ഫസല സൂഖുൻ എന്നാണ്. കഅന്ന അവിടെ എന്താണ്? ഒരു അഡ്ജക്റ്റീവ് അല്ല, ഹർഫാണ്. അതായത് കഅന്ന, ഇന്ന, വഅന്ന, വകഅന്ന, വലാകിന്ന, വലൈത, വലഅല്ല, ഇതെല്ലാം എന്താണ്? ഹുറൂഫാണ്.
ഹർഫുകൾ എന്നാണ് പറയുന്നത്. അതൊരു ഹർഫാണ്. പക്ഷേ അതെന്താണ്, ഇന്ന വഹവാത്തുഹ വരുന്നത് ജുംല ഇസ്മിയയിലാണ്. ജുംല ഇസ്മിയയിലാണ് ഇന്നയും സഹോദരിമാരും വരുന്നത്. അപ്പൊ എന്താണ്, ജുംല ഇസ്മിയയിൽ കാന വന്ന ഒരു ജുംല ഇസ്മിയയാണ്. കാനൽ ഫസല സൂഖും. ഇസ്മാഉ, ഇസ്മാഉ എന്ന് പറഞ്ഞതോടുകൂടി അത് വേറൊരു ജുംലയായി. ഇസ്മാഉ, ഇസ്മാഉ എന്ന ഒരു വാക്കെന്താണ്, ഒരു ജുംലയാണ്. ലിസൺ എന്ന് പറഞ്ഞു. അപ്പോ യു ലിസൺ എന്നാണ്, യു ഇസ്മാഉ, യു ലിസൺ, നിങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ കർത്താവും ക്രിയയും അടങ്ങിയ ഒരു ജുംലയാണത്. ഒരു വാക്ക് ഒരു ജുംലയാണ്, ക്രിയയും കർത്താവും ഉണ്ടായത്. ഇന്ന മുദരിസക്കും മരീദുൻ. അപ്പൊ ഇന്ന വന്ന മറ്റൊരു ജുംല ഇസ്മിയയാണ്. മുദരിസക്കും മരീദുൻ, മുദരിസ് ഇസ്മാണ്, അതുകൊണ്ട് ജുംല ഇസ്മിയയാണ്. ഇന്ന മുദരിസക്കും മരീദുൻ, നിങ്ങളുടെ അധ്യാപകൻ സുഖമില്ല, അദ്ദേഹം രോഗിയാണ്. മരീദാണ്. മരീദിന്റെ ബഹുവചനം എന്താണ്? സഹീഹാണോ ഉസ്താദെ? മരീദിന്റെ ബഹുവചനം സഹീഹാണോ? അല്ല മർല. നിങ്ങൾ പറഞ്ഞത് സഹീഹല്ല. അല്ല, അത് ഞാൻ പറഞ്ഞ ഓപ്പോസിറ്റാ. ഓപ്പോസിറ്റ് സഹീഹ്. അപ്പൊ മരീദുൻ മർദ. ഖുർആനിലുണ്ടല്ലോ മരീദുണ്ട് മർദയുണ്ട്. മർദ وإن كنتم مرضى أو على سفر. مدرسكم مريض. അതിന്റെ ഓപ്പോസിറ്റ് മരീദന്റെയാണ്. മരീദിന്റെ ഓപ്പോസിറ്റ് സഹീഹ് തന്നെയാണ്. മരീദിന് അമ്രാദുണ്ട്. അല്ലല്ല, മറദിന്റെ ബഹുജനമാണ് അമ്രാദ്. മറദുൻ അസുഖം, രോഗം, അതിന്റെ ബഹുജനം അമ്രാദുൻ. മരീദുൻ മർദ. قال الله تعالى وإن كنتم مرضى أو على سفر أو جاء أحد من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا. وإن كنتم مرضى أو على سفر فعدة من أيام أخر. പെണ്ണുങ്ങൾക്ക് അസുഖം കൂടുതൽ. ലഫ്ദ് മുഅന്നസ് ആണെന്നേ ഉള്ളൂ. ലഫ്ദ് മുഅന്നസ് എന്നാണെന്നേ ഉള്ളൂ. വിളിച്ചിട്ടല്ലേ പറഞ്ഞത്. കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കൂട്ടത്തിലുണ്ടല്ലോ. അതേപോലെ ഒന്നുവിന്റെയും തൈമുവിന്റെ ആയത്തുകൾ തുടങ്ങിയത് അതിന് മുമ്പ് എന്തായിരുന്നാലും വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ്. കുംതും ഇല സ്വലാത്തി. അപ്പൊ എല്ലാം കുംതും ആണ്. അവിടെ മുദക്കറാണല്ലോ. വൈൻ കുന്തും മർദ, വൈൻ കുന്തും എന്നല്ല പറഞ്ഞത്. അപ്പൊ ലഫ്ദ് മുഅന്നസാണ്, പക്ഷെ മഅന അർത്ഥം എന്താണ്? കോമൺ ആണ്. കോമൺ ആയിട്ട് അതന്നെ ഉപയോഗിക്കുന്നത്. അതെ, വേറെ വേടില്ലല്ലോ, മുദക്കർ വേടില്ല. അതിന്റെ മുഅന്നസ് ഉണ്ടെന്ന് ഓർമ്മയില്ല. അപ്പൊ മരീദൻ ജുംല ഇസ്മിയാണ്. ഇന്ന വന്നു. എന്താ പറഞ്ഞ? ഓക്കെ. ഫലം യഹ്ദുർ. ഫലം യഹ്ദുർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? അത് ജുംല ഫഅലിയാണ്. ലം വന്നത് ഫഅലിന് മുമ്പ് ലം വന്നതേ ഉള്ളൂ, പക്ഷെ ജുംല ഫഅലിയാണ്. ലം യഹ്ദുർ, ഹാജരായിട്ടില്ല. അൽ യൗം, ഇന്ന് അദ്ദേഹം വന്നിട്ടില്ല. അൽ യൗമ, അൽ യൗമ എന്ന് പറഞ്ഞ എന്താണ്? ലർഫാണ്.
അതിന്റെ എക്സസൈസിൽ എവിടെയാണ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പാഠത്തിലാണോ അടുത്ത പാഠത്തിലാണോ എനിക്കറിയില്ല. ഞാൻ രണ്ടും കൂടെ നോക്കിയത്. ഓക്കെ, അപ്പൊ ഇവിടെ ജുംല ഇസ്മിയ ഒക്കെ പറഞ്ഞില്ലേ? ജുംല ഇസ്മിയ എവിടെ പറഞ്ഞത്? سئم الطلاب الانتباه واتفقوا يتحركون لمكان يبحثون بعضهم يخطب وبعضهم جعل يكتب دخل براكب وجازم هذا أمركم فوضى. أمركم فوضى. അമ്രക്കും ഫൗദ. അമ്രക്കും എന്ന് പറയുന്നത് എന്താണ്? ജുംല ഇസ്മിയാണ്. അപ്പോ ജുംല ഇസ്മിയക്ക് രണ്ട് പാർട്ടുണ്ട്. ജുംല ഇസ്മിയക്ക് രണ്ട്, ഒന്ന് മുബ്തദയുണ്ട്, ഖബറും ഉണ്ട്. മറ്റൊന്ന് എന്താണ്? അൽ ഖബർ. മുബ്തദയും ഖബറും. മുബ്തദ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ്, പ്രാരംഭ ഭാഗം. പിന്നെ അൽ ഖബർ എന്ന് പറഞ്ഞാൽ ഇൻഫർമേറ്റീവ് പാർട്ട് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു അതാണ് അതിന്റെ സെക്കൻഡ് പാർട്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ളത് എന്താണ്? ഖബർ, ഇൻഫർമേഷൻ, ഖബർ. അപ്പൊ അമ്രുക്കും നിങ്ങളുടെ കാര്യം ഫൗദ എന്ന് പറഞ്ഞെന്താണ്? അത് അതിന്റെ ഖബറാണ്. ആ ഖബർ നിങ്ങളുടെ കാര്യത്തെ കുറിച്ച് എന്ത് പറഞ്ഞു? ഫൗദ എന്ന് പറഞ്ഞു. കൺഫ്യൂഷനാണ്. അതെന്താണ്? അത് ഇൻഫർമേറ്റീവ് പാർട്ടാണ്, അഥവാ ഖബറാണ്. കഅന്നൽ ഫസ്ല സൂഖുൻ. കഅന്ന വന്നത് ജുംല ഇസ്മിയിലാണ്. അപ്പോ അൽ ഫസ്ലു ജുംല അതിന്റെ മുബത്തദ എന്താ പറയാ? കഅന്ന വന്നാൽ കഅന്നയുടെ ഇസ്മ എന്നാണ് പറയുക. കഅന്ന മാറ്റി നിർത്തിയാൽ അൽ ഫസ്ലു മുബത്തദാണ്, സൂഖ് ഖബറാണ്. കഅന്ന വന്നതുകൊണ്ട് കഅന്നയുടെ ഇസ്മ എന്ന് പറയും. കഅന്നയുടെ ഇസ്മ എന്ന് പറയും. പിന്നെ സൂഖ് അതിന്റെ ഖബറാണ്. അതേപോലെ ഇന്ന മുദരിസക്കും മരീദും അതേപോലെ തന്നെയാണ്. ഇന്ന വന്നതുകൊണ്ട് ഇന്നയുടെ ഇസ്മാണ്. ഫെയിലിയാണ്. ഇസ്മാഉ എന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്മാഉ എന്ന ഒറ്റ വാക്ക് ജുംല ആണ്, ജുംല ഫെയിലിയാണ്. അത് ഒരു വാക്കാണെങ്കിൽ അതിൽ ഫെയിലും അതിന്റെ ഫായിലും ഉണ്ട്. ഇന്ന മുദരിസക്കും എന്ന് പറഞ്ഞത്, ഇന്ന മുദരിസക്കും മരീദു എന്ന് പറഞ്ഞതും ജുംല ഇസ്മിയാണ്. മുദരിസ് ഇന്നയുടെ ഇസ്മാണ്, മരീദ് ഇന്നയുടെ ഖബറാണ് മരീദ്. ലം യഹ്ലുരിൽ യൗമ. ലം യഹ്ലുരിൽ യൗമ. ഫലം, അതിനാൽ ലം യഹ്ലുരിൽ യൗമ. ലം യഹ്ലുർ, ഹളറ യഹ്ലുർ എന്താണ്? ഹാജരായി. അപ്പോ ലം യഹ്ലുർ ജസ്മീനു ചേർത്ത് പറഞ്ഞപ്പോ ലം യഹ്ലുരിൽ യൗമ. അൽ യൗം എന്ന് പറഞ്ഞ എന്താണ്? അത് adverb phrase of place. സോറി, പ്ലേസ് അല്ല. പിന്നെ അൽയോമ എന്ന് പറഞ്ഞാൽ ടൈം. ടൈമാണ്, ജമാൻ, ഇസ്മു ജമാൻ. അൽയോമ, അൽയോമ. അപ്പൊ അതുകൊണ്ടാണ് നെസ്മ വന്നത്. ഈ പാഠത്തിൽ അല്ലെങ്കിൽ അടുത്ത പാഠത്തിലല്ല വിശീലനം വരും. ലം യഹ്ലുരിൽ യൗമ. ഖാല അല്ലാഹു തആല അൽ യൗമ അക്മൽതു ലക്കും. അൽ യൗമ അക്മൽതു ലക്കും. ഫയുംകിനുക്കും. യുംകിനു നമ്മൾ കഴിഞ്ഞ പാഠത്തിലാണ് പഠിച്ചത്. യുംകിനു എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ എന്ന പ്രയോഗമാണ്, എന്ന അർത്ഥത്തിലുള്ള പ്രയോഗമാണ്. അപ്പൊ യുംകിനുവിന്റെ കൂടെ കും ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക്. യുംകിനു ഹു എന്ന് പറഞ്ഞാൽ പോസിബിൾ ഫോർ ഹിം. യുംകിനു ഹും പോസിബിൾ ഫോർ ദം. യുംകിനുക പോസിബിൾ ഫോർ യു. യുംകിനുക്കും പോസിബിൾ ഫോർ യു ഓൾ. യുംകിനു നീ, ഇറ്റ് ഈസ് പോസിബിൾ ഫോർ മീ. യുംകിനുന പോസിബിൾ ഫോർ അസ്. എല്ലാ സ്ഥലത്തും യുംകിനു എന്ന വാക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഡിറൈവ്ഡ് ഫോംസ് അല്ല ഉപയോഗിക്കുന്നത്. മറിച്ച് എന്താണ്? യുംകിനു എന്ന ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
അപ്പൊ ആർക്ക് പോസിബിൾ ആണ് എന്നത് അതിന്റെ കൂടെ സർവനാമമായിട്ടാണ് വരിക. അല്ല, നാമമായിട്ട് വരാം. യുംകിനുള്ളിൽ വല, ആ കുട്ടിക്ക് കഴിയും. അപ്പൊ യുംകിനുക്കും, നിങ്ങൾക്ക് യുക്യാൻ, യുംകിനുക്കും യുംക്യാൻ. അസ്സഹാബു, എന്തായിരുന്നു സഹാബ്? വരവ്, വരല്, വരവല്ല, പോകലാണ്. പോകല്. സഹാബ്. സഹാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫായിൽ റൂബയുടെ മസ്ദറാണല്ലോ. യുംകിനുക്കും അസ്സഹാബ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു, എന്താണ്? അസ്സഹാബ്, യു ക്യാൻ ഗോ. നിങ്ങൾക്ക് പോകാം. പിന്നെ അപ്പൊ സഹാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാധാതുവാണ് അല്ലേ? അത് ഒറിജിനൽ ക്രിയാധാതുവാണ്. എങ്ങോട്ട് പോകാം? ഇലൽ മക്തബത്തി, യു ക്യാൻ ഗോ ടു ദ ലൈബ്രറി, നിങ്ങൾക്ക് ലൈബ്രറിയിലേക്ക് പോകാം. യുംകിനുക്കും അസ്സഹാബു ഇലൽ മക്തബത്തി അവിൽ ഇൻസിറാഫു, അവിൽ ഇൻസിറാഫു അല്ലെങ്കിൽ അൽ ഇൻസിറാഫു ഇലൽ മഹാജിഇ. It's possible for you to go to the library, or either go to the library or go to the പിരിഞ്ഞു പോകാം. ഇലൽ മഹാജിഇ, ഹോസ്റ്റൽസ്, അവരവരുടെ ഹോസ്റ്റലുകളിലേക്ക് പിരിഞ്ഞു പോകാം. അൻ തസ്ഹബു, അപ്പൊ നേരത്തെ അസ്സഹാബ് എന്ന് പറഞ്ഞില്ലേ ക്രിയാധാതു. അപ്പൊ ക്രിയാധാതു ദഹാബ് എന്ന് പറയുന്നതിന് പകരം എന്ന് പറഞ്ഞിരിക്കുന്നു അന്തസ്ഹബൂ ഇലൽ മക്തബത്തി, അന്തസ്ഹബൂ ഇലൽ മക്തബത്തി ഖൈറുൽ ലക്കും. അപ്പൊ എന്താ? ഗോയിങ്, ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു ഗോയിങ് ടു ദ ലൈബ്രറി എന്നാണ് നേരത്തെ പറഞ്ഞത്. അസ്സഹാബു ഇലൽ മക്തബത്തി, ഇവിടെ എന്ത് പറഞ്ഞു? അൻ തസ്ഹബൂ. അപ്പൊ നേരത്തെ ഗോയിങ് എന്നുള്ളതിന് റൂട്ട് വേർഡ് തന്നെ ഉപയോഗിച്ചു. ഇവിടെ എന്ത് ചെയ്തു? അൻ ചേർന്ന് അന്നും അബൂണ ക്രിയയും ചേർത്ത് ഉപയോഗിച്ചു. അപ്പൊ എന്താണ്? ആ റൂട്ട് വേർഡിന്റെ മീനിങ് കിട്ടി. അൻ തസ്ഹബൂ, അത് അടയാളപ്പെടുത്തി വയ്ക്കുക, പോകൽ. അല്ലാഹു തആല അൻ തസൂമു ഖൈറുൽ ലക്കും. അൻ തസൂമു എന്നുള്ള അവിടെ നോക്കുമ്പോൾ അവിടെ തഫ്സീർ എഴുതി വെച്ചിട്ടുണ്ട്, സിയാമുക്കും ഖൈറുൽ ലക്കും എന്നാണ്. സിയാമുക്കും, നിങ്ങളുടെ നോമ്പെടുക്കലാണ് നിങ്ങൾക്ക് ഉത്തമം. അതേപോലെ അൻ തസ്ഹബൂ ഇലൽ മക്തബത്തി ഖൈറുൽ ലക്കും. ഖറജ്നാ മിൻ മബ്നൽ മഅഹദ്, ഖറജ്നാ മിൻ മബ്നൽ മഅഹദ്. ഖറജ്നാ, ഞങ്ങൾ പുറപ്പെട്ടു. മിൻ മബ്നൽ മഅഹദ്, മഅഹദ് എന്താണ്? മഅഹദ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബിൽഡിങ്ങിൽ നിന്നും ഞങ്ങൾ പുറപ്പെട്ടു. കാനത്ത് സാഅത്തു സാനിയത അശറ വന്നിസ്ഫ്, كانت الساعة 12:30. دارتم 12:30. സമയം പറയുന്നത് ഓർഡിനൽ കൗണ്ടിങ്ങിലാണ് സമയം പറയുന്നത്. സമയം പറയുമ്പോൾ സാഅത്തുൽ വാഹിദ, ഒരു മണിക്ക് സാഅത്തുൽ വാഹിദ എന്നാണ് പറയുന്നത്. വാഹിദ് തന്നെയാണ്, സാഅത്ത് സ്ത്രീകൾ വേണ്ട വാഹിദത്ത്. 2 മണിക്ക് എന്ത് പറയും? സാഅത്തുൽ ഇസ്നൈൻ എന്നല്ല പറയുന്നത്. 12:30 12 പറഞ്ഞിട്ട് 2 മണിക്ക് സാഅത്തു സാനിയത്തു. അപ്പൊ എന്താണ്? ഇസ്നൈൻ എന്നല്ല പറയുന്നത്, സാനിയത്ത് എന്നാണ് പറയുന്നത്. 3 മണി പറയുമ്പോഴേ സാഅത്തു സാലിസത്തു. അപ്പൊ ഓർഡിനൽ കൗണ്ടിങ് ആണ്. അസാനിയത്തു വസാലിസത്തു വറാബിഅത്തു വൽഖാമിസത്തു സാദിസത്തു. സിത്തത്തിൽ പറയുമ്പോൾ സാദിസ് എന്നാണ് കേട്ടോ, ഒരു ദാലൂടെ അവര് കൂടെ. സിത്തത്തിൽ 6, സാദിസ് 6-ാമത്തേത്.
പിന്നെ അതേപോലെ അസാബിഅത്തു അസാമിനത്തു അത്താസിഅത്തു അൽ ആശിറത്തു അൽ ഹാദി ആശറ. ഇവിടെ കാനത്ത് സാഅത്തു, അപ്പൊ ഇവിടെ കാന വന്നു. ഖർജിന എന്താണ്? ജുംല ഫെയിലിയാണ്. കാനത്ത് സാഅത്തു കാനത്ത് സാഅത്തു അസാനിയത അശറ. കാനത്ത് സാഅത്തു മണി, സമയം ആയി അല്ലെങ്കിൽ ആയിരുന്നു. സാഅത്തു കാനത്ത് സാഅത്തു, അപ്പൊ കാനയുടെ ഇസ്മാണ്. കാനയുടെ ഇസ്മല്ലേ ഉസ്താദെ? അല്ലേ? കാനയുടെ ഇസ്മാണ് സാഅത്ത്. കാനത്ത് സാഅത്തു എന്ന് പറഞ്ഞാൽ സമയം ആയിരുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്? സാനയുടെ ഇസ്മാണ്. പിന്നെ അസാനിയത്ത എന്നത് ഖബറാണ്. സാനിയത്ത അശറത്ത വനിസ്. നിസ്ബ് എത്രയാണ്? പകുതി. നിസ്ബ് അര. അര. അപ്പൊ ഭിന്നസംഖ്യയൊക്കെ പഠിക്കണമെങ്കിൽ സൂറത്ത് നിസായിലെ ആ ഷെയർ ചെയ്യുന്ന ഭാഗം പഠിച്ചാൽ മതി. പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്നില്ലേ? പഠിച്ചിട്ട് അവകാശവാദമായിട്ട് ഈ കുടുംബത്തിൽ അല്ലരുത്. ഞാൻ പറഞ്ഞു ഉസ്താദ് പറഞ്ഞ ഷെയറൊക്കെ പഠിക്കാൻ പറഞ്ഞു. പിന്നെ കുടുംബകലഹമൊന്നും ഉണ്ടാക്കരുത്. എന്തായാലും അത് പഠിച്ചാൽ വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും. അതേപോലെ സുലുസ് റുബഅ ഒക്കെ ഉണ്ട്. സുലുസുണ്ട്, സുലുസായുമുണ്ട്. സുലുസ എന്ന് പറഞ്ഞാൽ സുലുസായി, രണ്ടാറിലൊന്ന്. വന്യസ്. അപ്പൊ എന്താ? ഇപ്പൊ മണി 12:30ആയി. സാഅത്തു സാനിയത്തു അശാനിയത്തു അശറ വന്യസ്, മണി 12:30ആയി. റഅ ബഅദു സുമലാഇ. റഅ ബഅദു സുമലാഇ, എന്റെ ക്ലാസ്മേറ്റ്സിൽ ചിലർ. ബഅദ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ക്ലാസ്മേറ്റുകളിൽ ചിലർ, അവരിൽ ചിലർ. ബഅദു സുമലാഇ റഅ, അവരെ കണ്ടു. അൻ നഊദ മുദർരിസനൽ ബരീദ. അൻ നഊദ, എന്താണ് നഊദ്? നമ്മൾ പറഞ്ഞ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ദഹാബ് പോലെ അല്ലല്ല, അൻതദ് ഹബു എന്ന് പറഞ്ഞ പോലെ. അതെ, അൻ നഊദ എന്ന് പറഞ്ഞാൽ നഊദിന്റെ മീനിങ് എന്താ? മടങ്ങുന്നത്. അല്ല, ആദ യഊദു ആദ എന്ന് പറഞ്ഞാൽ സന്ദർശിച്ചു എന്നാണ് അർത്ഥം. മടങ്ങുക. മരീദ എന്ന് പറഞ്ഞില്ലേ? രോഗിയെ സന്ദർശിച്ചു. അയ്യാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുന്നതിന് ആദ യഊദ് എന്നാ പറയുക. കേട്ടോ? അതെ. ആദ്യ അർത്ഥമുണ്ട്. അതെ, മടങ്ങിയെന്ന അർത്ഥമുണ്ട്. അത് ഇതേ വാക്ക് തന്നെയാണ് മടങ്ങി എന്നുള്ളത്. പക്ഷെ മരീദിനോട് കൂടെ ചേർത്ത് വരുമ്പോൾ രോഗിയെ സന്ദർശിച്ചു എന്നതാണ്. അപ്പോ മുദരിസന അൽ മരീദ, രോഗിയായ ഞങ്ങളുടെ അധ്യാപകനെ സന്ദർശിക്കുക എന്ന് കണ്ടു. കേട്ടോ? അയ്യാദത്തുന. അന്നഊദ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ അർത്ഥം? അയ്യാദത്തുന, ഞങ്ങളുടെ സന്ദർശനത്തെ ഞങ്ങൾ സന്ദർശിക്കുക എന്ന് കണ്ടു. ഇപ്പൊ ഞങ്ങൾ സന്ദർശിക്കണം എന്ന് ചിലരെന്ത് ചെയ്തു? അഭിപ്രായപ്പെടുന്നതാണ്. കുൾത്തുലഹും, ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ എന്താണ്? കുൾത്തുലഹും ജുംല ഫെയിലിയാണ്. എന്റെ മക്കൂൽ കൗലെന്താ ഇനി പറയാൻ പോണത്? കുൾത്തുലഹും, ഞാൻ അവരോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലൈസൽ വഖ്തു മുനാസിബൻ ലിൽ ഇയാദത്തി. ആദ്യ യഊദുവിന്റെ ക്രിയാധാതു ഇയാദത്ത്, ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കൽ. അപ്പോ അൻ നഊദ എന്ന് പറഞ്ഞത് ഇയാദത്ത് എന്നാണ് അതിന്റെ അർത്ഥം. അന്നും നഊദയും കൂടെ ചേർന്നിട്ട് ക്രിയാധാതുവിന്റെ മീനിങ്ങാണ് വരിക. പക്ഷെ അത് പറയുമ്പോൾ ഇയാദത്തുന എന്നാണ് വരിക. കാരണം അൻ നഊദ, ഞങ്ങൾ സന്ദർശിക്കുക എന്നല്ലേ വന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇയാദത്തുന, ഞങ്ങളുടെ സന്ദർശനം എന്നായിരിക്കും അതിന്റെ അർത്ഥം. അപ്പൊ ലൈസൽ വഖ്തു മുനാസിബൻ. മുനാസിബ് എന്താണ്?
suitable. Suitable. Is not suitable. The time is not suitable. للعيادة for visiting. سنعوده بعد صلاة العشاء إن شاء الله. سنعوده നമുക്ക് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാം بعد صلاة العصر അസർ നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ്. قالوا الرأي رأيك الرأي رأيك അങ്ങനെയും പ്രയോഗമുണ്ട് കേട്ടോ. റഅയു റഅയുക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ അഭിപ്രായമാണ് അഭിപ്രായം. റഅയു റഅയുക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ അഭിപ്രായമാണ് ശരി, നിന്ന് പറഞ്ഞതാണ് ശരി എന്നർത്ഥം. റഅയു റഅയുക്ക്, അതാണ് പാഠം. ലിമ ലം യഹ്ദുരിൽ മുദർരിസു ലീമ മുദരിസ് മരിയലും. എന്താ ശരിക്കും എന്താ ഉത്തരം എന്താ പറയേണ്ടത്? ലിമ ലിമ ലം യഹ്ദുരിൽ മുദർരിസു എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയേണ്ടത്? എന്തുകൊണ്ടാണ് മുദരിസ് ഹാജരാവാതിരുന്നത്? അപ്പൊ ഹുവ മരി ലി അന്നഹു മരിയലും. ലി അന്നഹു, ലിമ ചോദിച്ചാൽ ലി അന്നഹു മരിയലും. അതല്ലെങ്കിൽ ലന്നഹു കാന മരീദൻ, അദ്ദേഹം രോഗിയായിരുന്നു, അതുകൊണ്ടാണ് വന്നടഞ്ഞത്. നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് വൈ ഡിഡ് നോട്ട് കം എന്ന് ചോദിച്ചാൽ ബിക്കോസ് ഹി വാസ് സിക്ക്. അങ്ങനെയാണെങ്കിൽ കാന മരീദൻ, അദ്ദേഹം രോഗിയായിരുന്നു. الثاني من الذي سمح للطلاب بالانصراف؟ ആരാണ് പിരിഞ്ഞു പോകാൻ അനുവാദം കൊടുത്തത്? കറക്റ്റ് ആയിട്ട് എന്ത് ഉത്തരം പറയും? അൽ മുറാഖിബു ഹുവല്ലദീ സമഹ ലിത്തുല്ലാബി ബിൽഇൻസിറാഫ്. അടുത്തത് كم كانت الساعة عندما خرجوا من مبنى المعهد؟ عندما കേട്ടോ, عندما അതിന്റെ അടുക്കൽ കേട്ടോ. عندما خرجوا എന്ന് പറഞ്ഞാൽ അവർ സന്ദർശിച്ചപ്പോൾ, ആ സമയത്ത്. عندما خرجوا ഖറജ പുറപ്പെട്ടു, അവർ പുറപ്പെട്ടപ്പോൾ, ആ സമയത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ സന്ദർഭത്തെ عندما. അവർ പുറപ്പെടുന്ന സമയത്ത് എത്ര മണിയായിരുന്നു? ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ. അൽ ജുംലത്തു ഇമ്മ ഇസ്മിയത്തുൻ വ ഇമ്മ ഫഇലിയത്തുൻ. ജുംല എന്തായിരിക്കും? ഇമ്മ ഇസ്മിയായിരിക്കും, അല്ലെങ്കിൽ ഫഇലിയായിരിക്കും. അറബിയിൽ പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ വാക്കില്ല, ഇമ്മ വ ഇമ്മ എന്നാണ് പറയുക. എയ്തർ ഓർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ജുംലത്തു ഇമ്മ വന്നിട്ടുണ്ട് നേരത്തെ. ഫൽ ജുംലത്തുൽ ഇസ്മിയത്തു ഹിയ അല്ലതി സദറുഹാ. സദർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യം. സദറുഹാ, അതിന്റെ സദർ എന്തായിരിക്കും? ഇസ്മുൻ സരീഹൻ. ഇസ്മുൻ സരീഹൻ, ഒരു പ്രത്യക്ഷമായ നാമമായിരിക്കും. സരീഹൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായി കേട്ടോ. ഒന്നുകിൽ എന്തായിരിക്കും? അത് പ്രത്യക്ഷമായ ഒരു നാമമായിരിക്കും. അല്ലാഹു ഗഫൂറുൻ ഹദിഹി മദ്രസത്തുൻ അന മുജ്തഹിദ് എന്നൊക്കെ പറഞ്ഞതുപോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു നാമമായിരിക്കും. രണ്ടാമത്തെ ഇനം എന്താണ്? മസ്ദറുൻ മുഅബ്ബൽ. അപ്പം അൻ തസൂമു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഫെയിൽ അല്ല, ജുംല ഫെയിലിയ അല്ല, മറിച്ച് എന്താണ്? അവിടെ സിയാമ് അല്ലെങ്കിൽ അൻ തസ്ഹബു എന്ന് പറഞ്ഞപ്പോൾ അവിടെ
അല്ലെങ്കിൽ ദിഹാബുക്കും. ഇസ്മുൻ സരീഹ് എന്ന് പറഞ്ഞാൽ ദിഹാബുക്കും എന്ന് പറഞ്ഞ നാമമാണ്. ശരിക്കും അതിന്റെ നാമത്തിന്റെ അർത്ഥത്തിലാണുള്ളത്. അതുകൊണ്ട് എന്താണ് അവിടെ നാമമായിട്ടാണ് കഴിയുന്നത്. അപ്പൊ മസ്ദർ മുഅവ്വലായിരിക്കും. മസ്ദർ മുഅവ്വൽ കൊണ്ട് തുടങ്ങുന്നത് എന്തായിരിക്കും? നാമവാക്യമാണ്. ഇസ്മുൻ സരീഹ് എന്ന് പറഞ്ഞാൽ എന്താണ് സരീഹ്? സരീഹുൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായത്. സരീഹൻ വ്യക്തമായത്. ഇസ്മുൻ സരീഹൻ വ്യക്തമായ നാമം. എക്സാമ്പിൾസ് വേണ്ടില്ലേ? അള്ളാഹു ഗഫൂറുൻ, ഹാദിഹി കാരണമാണ് അള്ളാഹ് മദ്രസത്തുൻ. ഗഫൂർ. അതായത് അത് മുമ്പത്തേതാണ്. അതായത് ഈ അള്ളാഹ് എന്നത് ഒരു ഇസ്മു സരീഹാണ്. ഹാദിഹി എന്ന് പറയുന്നത് ഇസ്മു സരീഹാണ്. കൃത്യമായിട്ട് കാണുന്നുണ്ട്. സരീഹാണ്. മുബ്തദയും ഖബറും. അതെല്ലാം ഇസ്മു സരീഹാണ്. ഇസ്മു സരീഹ് അല്ലാത്തത് എന്താ? മസ്ദർ മുഅവ്വൽ. മസ്ദറായിട്ട് മസ്ദർ മുഅവ്വൽ. അപ്പൊ വഅൻ തസുമു ഖൈറുൽ ലക്കും. ഫഅൻ തസുമു എന്നത് എന്താണ്? തഖ്ദീറുഹു, അതിന്റെ കരുതൽ എന്തായിട്ടാണ് കരുതേണ്ടത്? സിയാമുക്കും. സിയാമുക്കും അവിടെ കിട്ടി? തസൂമു എന്നാ പറഞ്ഞത്. നിങ്ങൾ നോമ്പെടുക്കൽ. ആ തസൂമു, നിങ്ങൾ നോമ്പെടുക്കൽ. അപ്പൊ അങ്ങനെയാണ് സിയാമുക്കും എന്നർത്ഥം. അല്ലെങ്കിൽ മൂന്നാമത്തെ ഇനം എന്താകും? ഹർഫുൻ മുശബ്ബഹുൻ ബിൽ ഫിഅല്. ഹർഫുൻ മുശബ്ബഹുൻ ഫിഅല്. നമ്മൾ നേരത്തെ ഹർഫ് എന്ന് പറഞ്ഞില്ലേ? ഹർഫ് എന്ന് പറഞ്ഞു. ഇന്ന വന്ന വക്കന്ന വലൈത്ത ലഅല്ല. ഇവയ്ക്ക് എന്ത് ഇസ്മ എന്നാ പറയുന്നത്? സോറി, എന്ത് ഹർഫ് എന്നാ പറയുന്നത്? ഹർഫുൻ മുശബ്ബഹുൻ ഫിഅൽ എന്നാണ്. ബിൽ ഫിഅൽ എന്നാണ്. മുശബ്ബഹ് എന്താണ്? സാദൃശ്യമുള്ളത്. സാദൃശ്യമുള്ളത് മുശബ്ബഹുൻ ബിൽ ഫിഅല്. ഹർഫാണ്, പക്ഷേ അത് ഫിഅലിനോട് സാദൃശ്യമുള്ളതാണ്. അതും എന്താകാം? ഒരു നാമവാക്യത്തിന്റെ പ്രഥമ പദമായി വരാം. അപ്പൊ മൂന്ന് കാര്യങ്ങൾ വരാം. ഒന്ന് പ്രത്യക്ഷമായ നാമം. രണ്ട് സാമ്യമുള്ളത്. മസ്ദർ മുഅവ്വൽ. മസ്ദർ മുഅവ്വൽ. മൂന്നാമത്തതാണ് മുശബ്ബഹുൻ, ഹർഫ് മുശബ്ബഹുൻ ബിൽ ഫിഅൽ. ഹർഫുൻ മുശബ്ബഹുൻ ബിൽ ഫിഅൽ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നമ്മൾ ഫിഅൽ താം ഫിഅൽ നാഖിസ് പറഞ്ഞപ്പോൾ ഫിഅൽ നാഖിസ് ഏതാണ്? മാഹിയൽ അഫ്ആൽ നാഖിസ കാന വഅഖവാതുഹ. അതേപോലെ ഇന്നല്ല, കാന വഅഖവാതുഹയാണ് പിന്നെ എന്ത്? ഫിഅൽ നാഖിസ്. അതേപോലെ ഹർഫ് മുശബ്ബഹ് ബിൽ ഫിഅൽ എന്ന് പറഞ്ഞ ഏതാണ് ആ ഹുറൂഫ്? ഇന്ന വഅഖവാതുഹ. ഇന്നയും അതിന്റെ സഹോദരിമാരുമാണ് എന്ത്? മുശബ്ബഹുൻ ബിൽ ഫിഅൽ. അത് അതിന്റെ ഒരു മുശബ്ബഹ് ബിൽ ഫിഅൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ടെക്നിക്കൽ പേരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഹർഫ് മുശബ്ബഹ് ബിൽ ഫിഅൽ, ഫിഅലിനോട് സാദൃശ്യമുള്ള ഹർഫുകളാണ്. തീർച്ചയായും എന്നൊക്കെ പറയും. വൽ ജുംലത്തുൽ ഫിഅലിയത്തു ഹിയല്ലത്തി സദ്റുഹ. അപ്പോൾ ജുംല ഫിഅലിയാണെങ്കിലോ അതിന്റെ പ്രഥമ ഭാഗം, പ്രധാന ഭാഗം, സദർ എന്ന് പറഞ്ഞാൽ പ്രധാന ഭാഗം, സദ്റുഹ അല്ലെങ്കിൽ തള്ളി നിൽക്കുന്ന ഭാഗം, ആദ്യ ഭാഗം. ഫിഅലുൻ താമുൻ, അതെന്തായിരിക്കണം? നേരത്തെ പറഞ്ഞ പോലെ ഫിഅലുൻ താമായിരിക്കണം. ഒരു കംപ്ലീറ്റ് ഫിഅലായിരിക്കണം. ഉദാഹരണം ത്വലഅത്തി ശംസു. അപ്പൊ എന്താണ്? ത്വലഅത്ത് എന്നൊരു ഫിഅല് താമാണ്. ശംസുവിന്റെ ഫിഅലിന്റെ കർത്താവാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്താണ്? അത് താമാണ്. അൽബ ഫിഅലുൻ നാഖിസുൻ കാനൽ ജവ്വു ബാരിദൻ. പിന്നീട് താഴെ എന്താ കൊടുത്തിരിക്കുന്നത്? അല്ല അഫ്ആലുൻ നാഖിസത്തു ഹിയ കാന വഅഖവാതുഹ. ഇതിന് വേറെ സംഭവം പറയാനില്ല. ഫിഅലുൻ നാഖിസ എന്ന് പറഞ്ഞാല് കാനയും സഹോദരിമാരും അല്ല അഫ്ആലുൻ നാഖിസയാണ്. ഇൻകംപ്ലീറ്റ് ഫിഅലുകളാണ്. ആരിൽ ഫിഅലു താമു. ഫിഅലു താമിന്റെ പ്രത്യേകത എന്താണ്?
കംപ്ലീറ്റ് സെന്റൻസിന്റെ പ്രത്യേകത ഫെയില് താമു ഫെയില് താമു കംപ്ലീറ്റ് ഫെയിലിന്റെ പ്രത്യേകത എന്താണ്? യഹ്താജ് ഇലാ ഫാഇൽ, അതൊരു ഫാഇൽ വേണം. വൽ ഫെയിൽ നാഖിസ്, ഫെയിൽ നാഖിസ് ആണെങ്കിലോ യഹ്താജ് ഇലാ ഇസ്മിൻ വ ഖബർ, അതിന് ഇസ്മും ഖബറും വേണം. അത്രയുള്ള വ്യത്യാസം. ജുംല ഇസ്മിയുടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഗഫൂറുൻ അൻ തസൂമു ഖൈറുൻ ലക്കും ഇന്നല്ലാഹ ഗഫൂറുൻ, ഇതെല്ലാം ജുംല ഇസ്മിയാണ്. ജുംല ഫെയിലിയ എന്നുള്ള തൊലാത്തി ഷംസു കാനൽ ജവ്വു ബാരിദൻ. ഓക്കെ, മിസാല അജോഫ് നാക്കിസ് എന്ന് പറയേണ്ടത് അത് ഈ നാക്കിസ് പെടും. അത് ഈ നാക്കിസ് അല്ല, പക്ഷെ അർത്ഥം ഒന്ന് തന്നെയാണ്. അവിടെ മിസാല് അജോഫ് നാക്കിസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മള് ഫേല് മുഴത്തല്ലായ ഫേലിന്റെ ഇനങ്ങളാണ് പറയുന്നത്. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നു? ലം വരുമ്പോഴും ജസ്മി ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കും? അവിടെ ഒരക്ഷരം നഷ്ടപ്പെടും, അല്ലേ? അത്താ യഅ്തി, ലം യഅ്തി, അവിടെ എല്ലാത്തിന്റെ ഹർഫ് അഥവാ ദുർബലാക്ഷരം പോകുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? കുറവ് സംഭവിക്കും. ആ അർത്ഥത്തിലാണ് അവിടെ ഫേല് നാക്കിസ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? അജ്വഫ് മിസാല് അജ്വഫ് നാക്കിസ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഫായില് ഇല്ല, ഫായിലിന് പരിഗണന ഇല്ല, ഇസ്മും ഖബറുമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നുക്സാൻ എന്ന് പറയുന്നത്. ഇവിടെ നാക്കിസ് ആയത് അതുകൊണ്ടാണ്. ആ ഇവിടെ താമ നാക്കിസാണ്. ഇവിടെ ഫേല് താമു നാക്കിസ്, മറ്റിടത്ത് മിസാൽ അജ്വഫ് നാക്കിസ്. അവിടെ പറഞ്ഞത് മുഅ്തൽ ഹറൂഫുൽ മുഅ്തലിന്റെ ഇനങ്ങളാണ്. ഇവിടെ പറയുന്നത് ഫിഅല് നാക്കിസാണോ താമാണോ എന്നുള്ളത്. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട്? ഈ പാഠം അങ്ങ് തീർത്താലോ? ഒരു 10-15 മിനിറ്റ് കൂടെ എടുത്തിട്ട് ഇതിന് പരീക്ഷ നമ്മൾ പ്രഖ്യാപിച്ചാലോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഉള്ളു ഇതിനകത്ത്. ഇനി അതിനു വേണ്ടി നമ്മൾ വേറൊരു ക്ലാസ് വയ്ക്കേണ്ട കാര്യമില്ല. റിവിഷനോ? റിവിഷൻ നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പ് കിട്ടുന്നില്ലേ? ഇല്ല, ഉണ്ടാവും, വരും, വോയിസ് ക്ലിപ്പ് വരും. പെരുന്നാളായാലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചാൽ. ഒന്നിച്ച് ഒരു പാഠത്തിന്റെ ശേഷം വോയിസ് തരണെങ്കിൽ അത് ഞാൻ എന്തായാലും പറയാം. ഇവിടെ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു പേജും കൂടെ വായിച്ചു പോയാൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റി ഒന്നും ഇതിനകത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇസ്തഖ്റജ് മാ ഫി ദർസി മിനൽ ജുംലൽ ഫിഅലിയ്യ വഅയ്യിൻ നൗഅ സദ്രി ഫി കുല്ലി വാഹിദിൻ മിൻഹാ. ഇവിടെ ഞാൻ നേരത്തെ പറയാതിരുന്നത് എന്താ പറയാ, ഫിഅലിൻ നാഖിസും താമൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ മസ്ദർ മുഅവ്വല് പറഞ്ഞായിരുന്നു. ഇന്നയുടെ കാര്യം മാത്രമേ പറയാതിരുന്നുള്ളൂ. മുശബ്ബഹ് ബിൽ ഫഇല്, ഹർഫ് മുശബ്ബഹ് ബിൽ ഫഇല് മാത്രമേ പറയാതിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പറഞ്ഞതാണ്. പിന്നെ മസാദിർ അൽ വാരിദത്ത് ഫിൽ ജുംലത്തിൽ ആതിയത്തി ഇലാ മസാദിർ മുഅവ്വൽ. അപ്പൊ ഇതിൽ വന്നിട്ടുള്ള മസ്ദറുകളെ എന്ത് ചെയ്യുക? മസ്ദർ മുഅവ്വലിലേക്ക് മാറ്റണം. കേട്ടില്ല? മുഅവ്വലിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞായിരുന്നു. അതിന്റെ അർത്ഥം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. അവ്വല യുഅവ്വിലു തഅ്വീൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക എന്നാണ്. അവ്വല എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിച്ചു. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞു വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, അതിന്റെ വ്യാഖ്യാനം അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അള്ളാഹ് അല്ലാതെ ആരും അറിയുന്നില്ല എന്ന്. അവ്വല എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിച്ചു. അപ്പൊ മസ്ദർ മുഅവ്വൽ എന്ന് പറഞ്ഞാൽ ക്രിയാധാതുവായി വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നർത്ഥം.
അതിനാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് കോൾഡ് റൂട്ട് വേർഡ്. ക്രിയാധാതു എന്നത് വിളിക്കപ്പെടും. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് റൂട്ട് വേർഡ്. ആക്ച്വലി എന്തല്ല, അൻ തസൂമു എന്ന് പറഞ്ഞത് അന്നും തസൂമും രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴാണ്, അല്ലെങ്കിൽ അൻ തസ്ഹബു എന്ന് പറയുമ്പം അന്നും തസ്ഹബുവും കൂടെ ചേർന്നു, തസ്ഹബുവിനെ കൂടെ ചേർന്ന് വന്നപ്പോഴാണ് എന്താകുന്നത്, അത് ക്രിയാധാതുവിന്റെ അർത്ഥമായി മാറുന്നത്. അൻ എന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ക്രിയാധാതുവായി ഉപയോഗിക്കുന്ന അൻ, മസ്ദറിന്റെ അൻ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്നും ശേഷം വരുന്ന ക്രിയാധാതുവും കൂടെ ചേർന്ന്, ശേഷം വരുന്ന അബൂർണ ക്രിയയും കൂടെ ചേർന്ന് ക്രിയാധാതുവിന്റെ മീനിങ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മസ്ദർ മുഅവ്വൽ എന്ന് പറഞ്ഞാൽ നമ്മള് ക്രിയാധാതു എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മതി, എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതൊരു പേര് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. മസ്ദർ മുഅവ്വൽ എന്ന് പേര് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ക്രിയാധാതു പറഞ്ഞിരിക്കുന്നിടത്തൊക്കെ അതിന് പകരം അൻ ചേർത്ത് മസ്ദർ മുഅവ്വൽ വന്നിട്ടുണ്ട്. ലൈസൽ വഖ്തു മുനാസിബൻ ലിൽ അയ്യാദത്തി, അതിന് മുമ്പ് അൻ നഊദ എന്ന് വന്നിട്ടുണ്ട്. അതേപോലെ അൻ തസ്ഹബു എന്നുള്ളതിനും അതിന്റെ തൊട്ട് മുമ്പ് അസ്സഹാബു എന്ന് വന്നിട്ടുണ്ട്. അതുപോലെയാണ് എടുത്തു എഴുതാൻ പറഞ്ഞത്. എന്താ പറഞ്ഞേ? നിർത്തണോ? ഓക്കെ, ബാക്കി അടുത്ത ദിവസം വായിക്കാം. ഓക്കെ, എന്തായാലും 10-15 മിനിറ്റ് എടുക്കും വായിച്ചു വരുമ്പോ. പക്ഷെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെന്നുള്ള മനസ്സിലാവും. ശരി, അപ്പൊ വായിച്ചു നോക്കുക. അടുത്ത ആഴ്ച റിവിഷനായിട്ട് കണക്കാക്കുക. കാരണം ഇതൊരു 5-10 മിനിറ്റ് വായിക്കാനേ ഉണ്ടാവുള്ളൂ. അത് കുഴപ്പമില്ല. സൗണ്ട് ക്ലിയർ ഇല്ല. സൗണ്ട് നമ്മൾ മൈക്കല്ല ഉപയോഗിക്കുന്നത്. ഇപ്പം എന്താ പറയാ, ക്യാമറയുടെ മൈക്കാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അതെ, നമ്മുടെ ക്യാമറ എന്താണ് ഉണ്ണിയാലെ വർക്ക് ചെയ്യുന്നുള്ളൂ. ഭയങ്കര വരിക നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്യാമറയൊക്കെ. അല്ല, എന്താ പറയാ, മൈക്ക്. ഈ അവലു എന്നുള്ളതിന് ഒറ്റ വാക്ക് അർത്ഥമുണ്ടോ? എന്താണ് വരിക? അവലൊക്കെ ഞാൻ നിങ്ങൾക്ക് മസ്ദർ മുഅവ്വലിനെ പരിചയപ്പെടുത്താൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്ന വാക്കുകളാണ്. അതൊക്കെ ഉപേക്ഷിക്കുക. അത് നിങ്ങൾ ഇവിടെ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞത് വാക്കുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ക്ലൂ തന്നതാണ്. അത് മുഖേന നിങ്ങൾക്ക് ക്ലൂ കിട്ടുന്നില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഫൗളയിലാണ് പോകുന്നതെങ്കിൽ ലീവ് ഇറ്റ്. നല്ലത് പറഞ്ഞു തന്ന നന്നായി ഉസ്താദ്. എന്തതിന്റെ അർത്ഥം വരുന്നത് ഇപ്പൊ പറഞ്ഞു കേട്ട് ഇതായില്ല, പോയില്ല അങ്ങോട്ട് മണ്ടയിലേക്ക്. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു. അഷ്റഫ് സാഹിബ് പറഞ്ഞപ്പോഴും പറഞ്ഞു, ക്ലാസ്സിന്റെ തുടക്കത്തിലും പറഞ്ഞു, പിന്നെ ആ ഭാഗം വന്നപ്പോഴും പറഞ്ഞു. അവ്വീൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിച്ചു. മതി, അത്ര മതി ഉസ്താദെ. വ്യാഖ്യാനിച്ചു. അപ്പൊ എന്താണ് അവ്വൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നാണ് ശരിക്കും ഭാഷാർത്ഥം. ഈ ഗ്രാമറിന്റെ ടെക്നിക്കൽ വാക്ക് പറയുന്ന സമയത്ത് ഒന്നും അതിന്റെ എന്താ പറയാ വെർബൽ മീനിങ്ങിലേക്ക് പോകേണ്ട കാര്യമില്ല. പലപ്പോഴും നമുക്ക് മനസ്സിലാവണ്ടേ? അല്ല, പലപ്പോഴും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചത് അത് എളുപ്പമായി എന്നാണ്. നിങ്ങൾക്ക് 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലായാലേ അതിന്റെ അർത്ഥം. നമ്മള് ആലിമ്രാൻ പഠിച്ചില്ലേ? അതല്ല, അവസാനം ശ്രദ്ധയില്ലാതെ പോവാണ്. അതാണ് അത്രേ ഉള്ളൂ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് 10 മിനിറ്റ് ഉറങ്ങണം. അതേപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ ഒരു കുറെ ടെക്നിക്കൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ ചെയ്യുന്നുണ്ടോ? അതൊക്കെ ചെയ്യണ്ട ഉസ്താദെ, അതിനുള്ള ഗുണം വ്യത്യാസമുണ്ട്. 10 മിനിറ്റ് ലോങ് ബ്രീത്ത് എടുക്കുന്നുണ്ടോ? 10 മിനിറ്റ് ലോങ് ബ്രീത്ത് എടുക്കുന്നുണ്ടോ?
ബ്രീത്ത് ഓർമ്മ വരുമ്പോഴൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതല്ല, 10 പ്രാവശ്യമാണോ അതോ 10 മിനിറ്റാണ് സർ? 10 മിനിറ്റ്. 10 മിനിറ്റ് ആണല്ലേ? 10 മിനിറ്റ് നമുക്ക് അതായത് പിടിക്കാൻ പറ്റില്ലല്ലോ. പല പ്രാവശ്യം 10 അങ്ങനെ മിനിറ്റ് കുറച്ച് തവണകൾ വരുമല്ലോ. ഒറ്റ തവണ 10 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. ഒരു തവണയല്ല, ഒരു തവണ നാം അതെ 10 മിനിറ്റ് സമയം. എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ അത് 1 മിനിറ്റ് ആവും. ഞാൻ ഇന്നും ചെയ്തു. 10 മിനിറ്റ് തീരുന്നില്ല, 11-12 മിനിറ്റൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ 10 മിനിറ്റ് 10 പ്രാവശ്യമാണ് അല്ലേ? ആ, അതായത് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് ഐ ആം ഷാർപ്പനിങ് മൈ സോ, ഞാൻ വാളിന് മൂർച്ച കൂട്ടുകയാണ്. ഉം. അത് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ മെന്റൽ ആൻഡ് ഫിസിക്കൽ കപ്പാസിറ്റി നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ പറയുന്ന ഒരു മെഡിസിനും നമുക്ക് ഒരു കപ്പാസിറ്റി നൽകുന്നില്ല കേട്ടോ. അങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ മെഡിക്കലിൽ നിങ്ങൾ എന്ത് ചെയ്യും? പ്രൂവ് ചെയ്യുന്നില്ല. അതിൻ്റെ ടെക്നിക്കൽ എന്താ പറയുക, ആ വശത്തെ നിങ്ങൾ പ്രൂവ് ചെയ്യും. പക്ഷേ ഒരു എനർജിയും ഹെൽത്തിയും എന്താ ഫിസിക്കൽ സ്ട്രെങ്ത്തും നമുക്ക് തരുന്നില്ല. ഓരോ മരുന്ന് കഴിക്കുന്തോറും നമ്മളെ ബോഡി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ബോഡി സ്ട്രെങ്തൻ ചെയ്യാനുള്ളത് നമ്മളെ മൈൻഡിലൂടെയും അതേപോലെ നമ്മൾ കുറേ സംഗതി അതിനുവേണ്ടി മെനക്കെട്ട് കുറേ സംഭവം ചെയ്താൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യും? അത് വർക്ക് ചെയ്യും. അതായത് ബോഡി ഇറ്റ് സെൽഫ് ഈസ് ഹീലിംഗ് യു. ബോഡി നെവർ കമ്മിറ്റ്സ് എനി മിസ്റ്റേക്ക് എന്നാണ് ഫിലോസഫി തത്വം. ബോഡി ഒരു മിസ്റ്റേക്കും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ ബോഡി വിൽ നോട്ട് അക്സെപ്റ്റ് എനി ഫോറിൻ ബോഡി. അത് മറ്റൊരു ഫിലോസഫിയാണ്. അപ്പൊ നമ്മളെ കെമിക്കൽ മരുന്നുകളും ഒന്നും എന്ത് ചെയ്യില്ല, അത് പ്രവർത്തിക്കില്ല. പിന്നെ കുറെ സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം വേട്ട തുടങ്ങിയില്ലേ? ഏറ്റവും അധികം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരാ? പേഷ്യൻസ് ആണ് അല്ലേ? മയക്കുമരുന്നാണ് ഉപയോഗിക്കുന്നത്. പാരസെറ്റമോൾ തുടങ്ങിയിട്ട് പിന്നെ സഡേഷന് കൊടുക്കുന്നതും കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, ക്യാൻസർ പേഷ്യൻസ് ഒക്കെയാണ് ഉസ്താദെ, അവർക്കാണ് അത് ഏറ്റവും ഉപയോഗപ്പെടുക. പാവങ്ങളല്ല. അവിടെ ക്യാൻസർ പേഷ്യൻസിന് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അവരെ കെട്ടുപോകുന്ന കോശങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. മറിച്ച് എന്താണ്, നിങ്ങൾ ബോഡിക്ക് വിട്ടുകൊടുക്കുക. അത് ബോഡിക്ക് വിട്ടുകൊടുത്തിട്ട് അതല്ല, അവര് വേദന അറിയാതിരിക്കാൻ മാത്രമാണ്. അവര് കഷ്ടപ്പെടേണ്ട, വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൊടുക്കുന്നത് നമ്മൾ കുറേശ്ശെങ്കിലും. എന്താ ഖുർആനിലും ഹദീസിലും പറഞ്ഞിരിക്കുന്നത് എന്താ? അല്പം കഴിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് അധികവും കഴിക്കാൻ പാടില്ല അല്ലേ? അപ്പം അധികം കഴിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് അല്പം ഉപയോഗിക്കാൻ പാടില്ല എന്നത്. നമ്മളെന്താ ചെയ്യുന്നത്? അധികം കഴിച്ചാൽ മയങ്ങുന്നത് അല്പം കൊടുക്കുന്നു അല്ലേ? ഉറക്ക ഗുളിക വാരി കഴിച്ചാൽ എന്ത് സംഭവിക്കും? സെഡേഷൻ കൊടുക്കാൻ പാടില്ല സർ. സെഡേഷൻ കൊടുക്കാൻ പാടില്ല. അതാണ് പറഞ്ഞത്. ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് ഉണ്ട്. വേദനയ്ക്ക് എന്താ ചെയ്യും? നമ്മള് ഈ പിന്നെ എന്താ പറയാ, ഇതിനെതിരെ ഫത്വ ഉറപ്പിച്ച ആൾക്കാരുണ്ട്. അക്യുപഞ്ചറിനെതിരെ ഫത്വ കണ്ടുപിടിച്ച ആൾക്കാരുണ്ട്. അവര് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ആലോചിച്ച് നോക്കണം. കാരണം ഈ ഒരു സഡേഷനും ഒരു മയക്കുമരുന്നും ഒരു കെമിക്കൽ മരുന്നും ഇല്ലായിരുന്ന സന്ദർഭത്തിലാണ് തദാവു എന്ന് പറഞ്ഞത്. നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ മരുന്നിനെയാണ് മരുന്ന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്, അല്ലാതെ മരുന്നല്ലാത്ത മയക്കുന്നതിനെയല്ല മരുന്ന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ അത് എന്താണ്, അത് കണ്ടെത്താനും അതിനെതിരെ പ്രവർത്തിക്കാനും ഉള്ള സംഗതികൾ ഗവേഷണങ്ങൾക്കും അതേപോലെ അതിനൊക്കെ വിട്ടുകൊടുത്താലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അത്രയും സംഭവങ്ങളുണ്ട്. നമ്മളെതിനെ മയക്കുന്നു ഉപയോഗിക്കുന്നു. ഓക്കെ, അതുപോട്ടെ. നിങ്ങൾ ഈ ബ്രീത്ത് എടുക്കുക, ഇൻഹേൽ ചെയ്യുക, 30 സെക്കൻഡ് എടുക്കുന്നത് വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതെ ഞാൻ പറഞ്ഞത്. നമ്മൾ വേഗം ലോങ് ബ്രീത്ത് എടുത്താൽ എന്ത് ചെയ്യുക, 10 മിനിറ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അതേസമയം സ്ലോവിൽ എടുത്താൽ 10 പ്രാവശ്യം, ഞാൻ 10 പ്രാവശ്യം എടുക്കുന്നുള്ളൂ, 11-12 മിനിറ്റ് എടുക്കും. അതേപോലെ നടക്കുക, ഇങ്ങനെ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പാഠവും കേൾക്കുന്നു മാത്രം.
അരമണിക്കൂർ നടക്കണം. ഏ വേഗത്തിൽ നടക്കണം. നേരത്തെ തുടങ്ങി. ബ്രേക്ക് ചെയ്യരുത്. അല്ല, നടക്കുന്നുണ്ട്. നേരത്തെ പാഠം കയ്യില് ഇത് പിടിച്ച് കേൾക്കും. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് സമയം കിട്ടില്ലല്ലോ അങ്ങനെ അധികം. എങ്ങനെ പാഠം കയ്യിൽ പിടിച്ച് കേൾക്കും? പാടല്ല, നമ്മൾ മൊബൈൽ പിടിച്ചിട്ട് ഓൺ ആക്കിയിട്ട് നടക്കും എന്നർത്ഥം. ഒറ്റയ്ക്കാവുമ്പോ അപ്പൊ ആരും ഉണ്ടാവില്ലാത്ത സമയത്ത്. അതത്ര സുഖമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ദിക്റൊക്കെ ചെല്ലാറുണ്ട്. ഞാൻ ആ സമയത്ത് ദിക്ർ ചെല്ലി തീരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഒന്ന് മറന്നു പോകുമല്ലോ, ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ശ്രദ്ധയിൽ വരുമല്ലോ. അപ്പൊ വീണ്ടും ദിക്റിന്റെ ബാക്കിയുണ്ട്. പാഠം അതുക്കാർ നടക്കുമ്പോൾ മസാഖൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെല്ലി കഴിയുമ്പോഴത്തേക്ക് അരമണിക്കൂറാവും. പാഠം കേൾക്കാൻ സാധിക്കുമോ നടക്കുമ്പോ? അങ്ങനെ അങ്ങനെ മനസ്സിലാവും. ഇത് അല്ല, അതിങ്ങനെ ഓണാക്കി നമുക്ക് കയ്യിൽ പിടിക്കുക, കുറച്ച് കഴിഞ്ഞ് കൈ മാറ്റി പിടിക്കും, കൈ ഇതാക്കണമെങ്കിൽ അല്ല, ഇതാക്കണമെങ്കിൽ. അത് കുറച്ച് ശ്രദ്ധ അസൗകര്യമാണ്. വരും. കാരണം അതായത് നമ്മൾ നടക്കുമ്പോ ശരിക്കും പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ആ സമയത്തും നമ്മൾ വേറെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ വായന, കേൾവി ഇത് ഒന്നും കാര്യങ്ങളൊന്നും പാടില്ല. ഉം. പാടുന്നുണ്ട്. പക്ഷെ നമ്മൾ നടക്കുന്ന സമയത്ത് നിങ്ങൾ അതൊന്നും കേൾക്കാതെ റിലാക്സ് ചെയ്ത് നടന്നു നോക്കും. നമ്മളെ ബോഡിയെ മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഫോക്കസ് അത് ഉള്ള ശരി. ബോഡി, നമ്മുടെ ബോഡിയെ ഫോക്കസ് ചെയ്യുക. ബോഡി എവിടെയൊക്കെ ചലിക്കുന്നു നോക്കുക, ചലിക്കാത്ത ഭാഗങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈ ഇങ്ങനെ ഇരിക്കുകയാണ്, അത് അനങ്ങുന്നില്ല. ആ ഒരു നടത്തത്തിൽ ശരിയാണ്, അത് അനങ്ങില്ല. അത് കുറച്ച് മാറ്റി മറ്റേ കയ്യിൽ പിടിക്കുമ്പോഴേ അത് ഒരു അനങ്ങുള്ളൂ. നടത്തം കൊണ്ടല്ല. അതെ അതെ. നിങ്ങൾക്ക് കുടയോ വടിയൊക്കെ കയ്യിൽ പിടിക്കുക, ഇങ്ങനെ നീട്ടി നീട്ടി നടക്കാം. കാരണം ചിലപ്പം രാവിലെ കിടക്കുമ്പോൾ പട്ടികളും അതുപോലെ ക്ഷുദ്രജീവികളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് തട്ടി ഓടിക്കേണ്ടി വരും. അതുപോലെ ചിലപ്പോൾ കുട കയ്യിൽ കരുതേണ്ടി വരും. അതുപോലെ സംഗതികളൊക്കെ അത്യാവശ്യം കയ്യിൽ പിടിച്ചാലും എന്തായാലും മൂവ്മെന്റ് നടക്കും. ഞാൻ പിന്നെ ആ പോക്കിൽ മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് റൈറ്റും ലെഫ്റ്റും നമ്മൾ പുഷ് ചെയ്യാം. അപ്പൊ നമ്മളെ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും ആക്റ്റീവ് ആവും. എന്ത് ചെയ്യും പുസ്തകെ? ഈ ഇടത് കൈയും വലത് കൈയും തമ്മിൽ പ്രസ് ചെയ്യുക. വിരലില്ല അന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത്. തമ്മിലല്ലല്ലോ നമ്മള്. വേറെ ഏത് എക്സസൈസ് ഉണ്ട്. തമ്മിലല്ലല്ലോ, എക്സസൈസ് വേറെ ഉണ്ടല്ലോ. അത് ഇങ്ങനെ ഇത് തമ്മിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? റൈറ്റും ലെഫ്റ്റും ഒരേപോലെ വർക്ക് ചെയ്യും. റൈറ്റും ലെഫ്റ്റും ഒരേപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. റൈറ്റിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും, ലെഫ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അത് വേറെ എക്സസൈസ് ആണ്. ഇതെന്താണ്? ഇത് റൈറ്റും ലെഫ്റ്റും സെയിം ടൈമിൽ ആക്ടിവേറ്റ് ചെയ്യും. അതേപോലെ പറഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും ഒരുമിച്ച് പറയാമെന്നാണ് ഈ വിരലനക്കാൻ പറഞ്ഞത്. ഇങ്ങനെ മടക്കിയിട്ട് വിരലനക്കുക. അപ്പൊ എന്ത് ചെയ്യും? റൈറ്റും ലെഫ്റ്റും ഒരേപോലെ വർക്ക് ചെയ്യും. കാരണം ഇവിടെ റൈറ്റും ലെഫ്റ്റും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ 1/1 ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് ചെയ്യാമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. വേറെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതേപോലെ നടക്കുമ്പോ ഒന്നും ആകാതെ ശ്രദ്ധിച്ച് നടക്കാം. ഇതൊന്നും ഇല്ലാതെ നടക്കണം, ഫ്രീ ആയി നടക്കണം എന്നർത്ഥം അതാണ് അല്ലേ? നല്ലത്. വേറെ അപ്പൊ നമ്മൾ മൊബൈലൊക്കെ താഴെ വെച്ച് പോണം. ദിക്റുകളൊക്കെ ചെല്ലാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നിയത്, കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് കിടക്കുക. അല്ലാത്തപ്പോൾ നമ്മൾ ദിക്റൊക്കെ ചെല്ലുന്നതുകൊണ്ട് വലിയ കാര്യമായ തടസ്സമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ രാവിലത്തെ വൈകുന്നേരത്തേക്ക് ദിക്റില്ലേ, സുബൈക്ക് ശേഷമാണ് നടക്കുന്നതെങ്കിൽ സുബൈക്ക് ശേഷമുള്ള ദിക്ർ പറയാം. ദിക്റ് ചെല്ലാറുണ്ട്. ദിക്റ് ചെല്ലാറുണ്ട് നടക്കുമ്പോ. ദിക്ർ ചെല്ലാറുണ്ട്. അപ്പൊ ദിക്ർ എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ആണ്. അതേപോലെ ഇൻഹേലും എക്സ്ഹേലും ചെയ്യുന്ന സമയത്ത് ബോഡി തന്നെ ഫോക്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ സബ് കോൺഷ്യസ് മൈൻഡിനെ റിയാക്ടിവേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതുക. നീയത്താണ് പ്രധാനം എന്ന് പറഞ്ഞല്ലോ. നീയത്താണ് പ്രധാനം. അപ്പോ എന്റെ ഉപബോധ മനസ്സിനെ ഫോക്കസ് ചെയ്യുന്നു എന്ന് കരുതിയാൽ മതി. റിലാക്സ് മൈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പെട്ടെന്ന് പറഞ്ഞു കേൾക്കല്ല. റിലാക്സ് മൈ സബ് കോൺഷ്യസ് മൈൻഡ്. ഉപബോധ നല്ല മനസ്സ് ഓക്സിജൻ അങ്ങോട്ട് എടുക്കുക, അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പുറത്തേക്ക് കളയുക. നമ്മൾ പറയണമെന്നില്ല. അപ്പം ഈ ഇടയ്ക്ക് ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാനൊന്നും പറ്റില്ല. ആ സമയത്ത് നമ്മൾ മൈൻഡിൽ ചിന്തിച്ചാൽ മതി. കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അപ്പൊ എന്ത് ചെയ്യും? നമ്മള് അപ്പോഴും ഫോക്കസ്ഡാണ്. അപ്പൊ അത് ഒരു മണിക്ക് 2 പക്ഷികൾ കിട്ടും. കോൺസെൻട്രേഷനും കിട്ടും. ഇൻഹേൽ എക്സേൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്റേണൽ കപ്പാസിറ്റി ഒക്കെ വർദ്ധിക്കും. കഫം പോകും. പിന്നെ ഞങ്ങൾക്ക് ജലദോഷം, പനി ഇതൊന്നും ഉണ്ടാവില്ല.
കഫം കെട്ടി കിടക്കുമ്പോഴാണ് ജലദോഷം പനി ഉണ്ടാകുന്നത്. ജലദോഷം പനി ഉണ്ടാകുന്നത് കഫം കളയാനുള്ളതാണ്. ഹോസ്പിറ്റലിൽ വന്നാൽ അവർക്ക് കൊടുക്കുന്നത് കഫം സ്റ്റോപ്പ് ചെയ്യാനുള്ള മരുന്നാണ്. അവരുടെ സാധനം അവിടെ സ്റ്റക്കായി കിടന്ന് ആ സാധനം കെട്ടിക്കിടന്നിട്ടാണ്, ആ കെട്ടിക്കിടക്കുന്നതിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്യാൻസർ, അവിടെ ക്യാൻസർ ബാധിച്ചെന്ന് പറയും. ആ സാധനം ആവശ്യമില്ലാത്ത സാധനം അവിടെ കെട്ടിക്കിടക്കുകയാണ്. സ്റ്റാഗ്നേഷൻ പറയുന്നില്ലേ? ഡോക്ടറാണെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. മോർബിഡ് എലിമിനേഷൻ ആണ് അക്യുപഞ്ചറിന്റെ തിയറി എന്ന് പറയുന്നത്. മോർബിഡ് എലിമിനേഷൻ, മോർബിഡ് സ്റ്റാഗ്നേറ്റ് ചെയ്യും, അതിനെ എലിമിനേറ്റ് ചെയ്യുക. അതേപോലെ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ബോഡിയെ ഒരൊറ്റ ഏകകമായിട്ടാണ് കാണുന്നത്. കാരണം ഒരു ബിന്ദുവിൽ നിന്നാണ് ബോഡി വികസിച്ച് എത്ര ലക്ഷം കോടി കോശങ്ങളുള്ള ഒരു സംഭവമായി മാറുന്നത്. അപ്പൊ ആ ഒരു ബോഡിയുടെ ഏകകമാണ്. ബോഡിയിൽ നിന്ന് ഒരു പാർട്ട് മുറിച്ചു മാറ്റാൻ പാടില്ല. അത് എന്താ പറയാ, യൂട്രസ് ആകട്ടെ, വേറെ എന്തെങ്കിലും അവയവമാകട്ടെ, ഒരു അവയവവും എന്ത് ചെയ്യാൻ പാടില്ല, കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല. അവയവം കട്ട് ചെയ്ത് മാറ്റിയാൽ ബോഡി പോയി. ഒരുപാട് സംഭവമുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യം ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർമ്മശക്തി വർദ്ധിക്കും. ചെറുപ്പക്കാരൻ പോലെ ഓർമ്മിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. പഠിക്കുക, ഇതിന്റെ എനർജി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അടുത്ത ജനറേഷന് ഇതിനെക്കുറിച്ചുള്ള സ്പിരിറ്റ്, ഇതിന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഇതിനോടുള്ള മമത കൂറ് വർദ്ധിപ്പിക്കുക. അതേപോലെ പഠിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തുൻ വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല ഖൈറു ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്മാൻ സാഹിബ് പോയി, സത്താർ സാഹിബ് ഒന്നും മിണ്ടിയില്ല, ഭാര്യ മിണ്ടിയില്ല, മിണ്ടാത്തവരും മിണ്ടുന്നവരും ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കാനും പറ്റില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. അതെ, അലൈക്കും സലാം. ജസാക്കുമുല്ലാഹ് ഖൈർ. എന്താ പറഞ്ഞേ? ജസാക്കുമുല്ലാഹ് ഖൈർ. വയ്യാക്കും അല്ലാഹുമ്മ ആമീൻ.